ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ ഹാളിന് നടുവിലാണ്. നിങ്ങളുടെ ചുറ്റും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പപ്പായറസ് ചുരുളുകൾ. മനുഷ്യൻ ഇന്നുവരെ ചിന്തിച്ച എല്ലാ കാര്യങ്ങളും, കണ്ടുപിടിച്ച എല്ലാ രഹസ്യങ്ങളും, പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നിഗമനങ്ങളും ആ ചുരുളുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ മൂക്കിലേക്ക് കരിഞ്ഞ മണം അടിച്ചു കയറുന്നു. ഒരു ചെറിയ തീപ്പൊരി ആ താളുകളിലേക്ക് വീഴുന്നു. നിമിഷനേരം കൊണ്ട് ആ കെട്ടിടം ആളിപ്പടരുന്നു. മനുഷ്യകുലം ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ച അറിവുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമായി മാറുന്നു. അവിടെ ഇല്ലാതായത് വെറും പുസ്തകങ്ങളല്ല, നമ്മുടെ ഭാവി കൂടിയായിരുന്നു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അറിവിൻ്റെ നിധി അതൊരിക്കലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് നിലവിലില്ല. ആരാണത് നശിപ്പിച്ചത്? എന്തിനായിരുന്നു ആ ക്രൂരത? ആ അറിവുകൾ ഇന്നും നമുക്ക് ലഭ്യമായിരുന്നെങ്കിൽ ഒരുപക്ഷേ മനുഷ്യൻ ഇന്ന് ചൊവ്വയിൽ കോളനികൾ സ്ഥാപിക്കുമായിരുന്നോ? അതോ അതിനുമപ്പുറം നാം എത്തുമായിരുന്നോ? ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും മാഞ്ഞുപോയ ആ മഹാവിസ്മയത്തിൻ്റെ പേരാണ് ദ ഗ്രേറ്റ് ലൈബ്രറി ഓഫ് അലക്സാൻഡ്രിയ. ഈ കഥയിലേക്ക് കടക്കുന്നതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണ് നിങ്ങളിപ്പോൾ ഈ ചരിത്രം കേട്ടുകൊണ്ടിരിക്കുന്നത്? ചുറ്റും ഇരുട്ടാണോ? അതോ നഗരത്തിൻ്റെ ബഹളങ്ങൾക്കിടയിലാണോ നിങ്ങൾ? ഈ നിമിഷം നിങ്ങൾ എവിടെയാണെന്നും നിങ്ങളുടെ നാട്ടിലെ സമയം എത്രയാണെന്നും താഴെയൊന്ന് കമൻ്റ് ചെയ്യാമോ? അലക്സാൻഡ്രിയയിലെ ആ പുരാതന ലൈബ്രറിയിലേക്ക് നമ്മൾ ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്. നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ കഥ തുടങ്ങുന്നത് ഏകദേശം 2300 വർഷങ്ങൾക്ക് മുൻപാണ്. BC 331. ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു ചെറുപ്പക്കാരൻ, മാസിഡോണിയയിലെ രാജാവ് മഹാനായ അലക്സാണ്ടർ. അദ്ദേഹം വെറുമൊരു പോരാളിയായിരുന്നില്ല, അറിവിനോടടങ്ങാത്ത ദാഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യൻ. ഈജിപ്തിൻ്റെ മണ്ണിൽ നൈൽ നദി മെഡിറ്ററേനിയൻ കടലുമായി ചേരുന്ന ആ തീരത്ത് അദ്ദേഹം നിന്നു. അവിടെ അദ്ദേഹം ഒരു നഗരത്തിന് തറക്കല്ലിട്ടു. തൻ്റെ പേരിൽ അദ്ദേഹം ആ നഗരത്തെ വിളിച്ചു അലക്സാൻഡ്രിയ. പക്ഷേ അലക്സാണ്ടർക്ക് ആ നഗരം പണിയാൻ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. തൻ്റെ 32-ാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങി. എന്നാൽ അദ്ദേഹം ബാക്കിവെച്ച ആ സ്വപ്നം ഏറ്റെടുക്കാൻ ഒരാളുണ്ടായിരുന്നു. ടോളമി ഒന്നാമൻ, അഥവാ ടോളമി ദ സോട്ടർ. ടോളമി വെറുമൊരു രാജാവായിരുന്നില്ല, അദ്ദേഹം ഒരു ദീർഘദർശിയായിരുന്നു. വാളുകൾ കൊണ്ട് കീഴടക്കുന്ന സാമ്രാജ്യത്തേക്കാൾ വലുതാണ് അറിവുകൾ കൊണ്ട് നിർമ്മിക്കുന്ന സാമ്രാജ്യം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം തൻ്റെ മന്ത്രിമാരെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഈ ലോകത്തിലെ സകല വിജ്ഞാനവും ഇവിടെ വേണം. ഗ്രീക്കുകാരുടെ തത്വചിന്തകൾ, ഈജിപ്തുകാരുടെ മാന്ത്രിക വിദ്യകൾ, പേർഷ്യക്കാരുടെ നക്ഷത്രശാസ്ത്രം, ഇന്ത്യക്കാരുടെ ഗണിതം, എല്ലാം. ഈ ലോകത്തെഴുതപ്പെട്ട ഒരു വരി പോലും ഈ നഗരത്തിന് പുറത്തുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് മ്യൂസിയം, അല്ലെങ്കിൽ മ്യൂസുകളുടെ ദേവാലയം എന്ന വിഖ്യാത സമുച്ചയത്തിൻ്റെ ഭാഗമായി അലക്സാൻഡ്രിയയിലെ ലൈബ്രറി ജന്മമെടുക്കുന്നത്. ഈ ലൈബ്രറി എങ്ങനെയാണ് ഇത്രയധികം പുസ്തകങ്ങൾ ശേഖരിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അതൊരു വല്ലാത്ത വേട്ടയായിരുന്നു. അലക്സാൻഡ്രിയ അക്കാലത്തെ ഏറ്റവും തിരക്കുള്ള തുറമുഖമായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കപ്പലുകൾ അവിടെ എത്തുമായിരുന്നു. ടോളമി രാജാവ് ഒരു നിയമം കൊണ്ടുവന്നു, ദ ലോ ഓഫ് ദ ഷിപ്സ്. അലക്സാൻഡ്രിയൻ തുറമുഖത്തെത്തുന്ന ഓരോ കപ്പലിലും സൈനികർ കയറി പരിശോധന നടത്തും. അവർ സ്വർണമോ വെള്ളിയോ ആയിരുന്നില്ല തിരഞ്ഞത്, പകരം അവർ തിരഞ്ഞത് പുസ്തകങ്ങൾ അഥവാ പപ്പായറസ് ചുരുളുകളായിരുന്നു. കപ്പലിൽ നിന്നേതെങ്കിലും പുസ്തകം കണ്ടെത്തിയാൽ അതുടൻ തന്നെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകും. അവിടെയുള്ള എഴുത്തുകാർ ആ പുസ്തകം പകർത്തും. എന്നിട്ടെന്തു ചെയ്യുമെന്നറിയാമോ? പകർത്തിയെഴുതിയ പുതിയ കോപ്പി കപ്പലുടമയ്ക്ക് നൽകും. അസൽ പുസ്തകം ലൈബ്രറിയിൽ തന്നെ വയ്ക്കും. ചിലപ്പോൾ അവർ പുസ്തകത്തിൻ്റെ ഉടമസ്ഥന് വലിയ തുകകൾ നഷ്ടപരിഹാരമായി നൽകുമായിരുന്നു. എന്നാൽ ലക്ഷ്യമൊന്നു മാത്രമായിരുന്നു, ഒറിജിനൽ നോളജ് മസ്റ്റ് സ്റ്റേ ഇൻ അലക്സാൻഡ്രിയ. ഒരിക്കൽ ആഥൻസിൽ നിന്ന് പ്രശസ്തരായ നാടകകൃത്തുക്കളുടെ ഒറിജിനൽ കൈയെഴുത്തു പ്രതികൾ ടോളമി മൂന്നാമൻ കടം വാങ്ങി. അത് പകർത്താൻ വേണ്ടി വലിയൊരു തുക അദ്ദേഹം ജാമ്യം നൽകി. പക്ഷേ പകർത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ജാമ്യത്തുക വേണ്ടെന്ന് വെച്ചു. ഒറിജിനൽ അദ്ദേഹം ലൈബ്രറിയിൽ സൂക്ഷിച്ചു, പകരം കോപ്പി ആഥൻസിലേക്ക് അയച്ചു. അറിവിനോടുള്ള ആക്രാന്തം
ആ രാജാക്കന്മാരെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചു. നമുക്കൊന്ന് ആ ലൈബ്രറിയുടെ ഉള്ളിലേക്ക് നടക്കാം. വിശാലമായ മാർബിൾ തൂണുകൾ, തണുപ്പുള്ള തറകൾ, ചുവരുകൾക്ക് ചുറ്റും തടിയിൽ തീർത്ത അലമാരകൾ, ഓരോ അലമാരയിലും ലേബിൾ ചെയ്ത പപ്പൈറസ് ചുരുളുകൾ. ഇതൊരു വെറും വായനശാലയായിരുന്നില്ല, ഇതൊരു യൂണിവേഴ്സിറ്റിയായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പണ്ഡിതന്മാർ ഇവിടെ താമസിച്ചു പഠിച്ചിരുന്നു. അവർക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ശമ്പളം നൽകാനും രാജാവ് തയ്യാറായിരുന്നു. അവരുടെ ഒരേയൊരു ജോലി പഠിക്കുക എന്നത് മാത്രമായിരുന്നു. നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന പല അടിസ്ഥാന കാര്യങ്ങളും കണ്ടുപിടിക്കപ്പെട്ടത് ഇവിടെ വച്ചാണ്. ഭൂമി ഉരുണ്ടതാണെന്നും അതിൻ്റെ ചുറ്റളവ് എത്രയാണെന്നും ഏകദേശം കൃത്യമായി കണക്കാക്കിയ ഇറാത്തോസ്തനീസ് ഈ ലൈബ്രറിയുടെ തലവനായിരുന്നു. ഒരു മണൽ ഘടികാരവും സൂര്യപ്രകാശവും ഉപയോഗിച്ചാണ് അദ്ദേഹം അത് ചെയ്തത്. ജ്യാമിതിയുടെ പിതാവായ യൂക്ലിഡ് ഇവിടെ ഇരുന്നാണ് തൻ്റെ സിദ്ധാന്തങ്ങൾ എഴുതിയത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായി കരുതുന്ന ഹെറോഫിലസ് മനുഷ്യശരീരത്തെ കീറിമുറിച്ചു പഠിക്കാൻ ധൈര്യം കാണിച്ചത് ഇവിടെ വെച്ചാണ്. ഹൃദയമിടിപ്പ് അളക്കാമെന്നും രക്തം ശരീരത്തിൽ സഞ്ചരിക്കുന്നുണ്ടെന്നും അദ്ദേഹം കണ്ടെത്തി. നക്ഷത്രങ്ങളുടെ സ്ഥാനം കൃത്യമായി രേഖപ്പെടുത്തിയ ഹിപ്പാർക്കസ്, ലോകഭൂപടം വരച്ച ടോളമി, ഇവരൊക്കെ അലക്സാൻഡ്രിയയുടെ സൃഷ്ടികളാണ്. ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ കാലത്ത് ഗൂഗിൾ ചെയ്യുന്നത് പോലെ അന്ന് ഈ പണ്ഡിതന്മാർ ലൈബ്രറിയിലെ ഓരോ ചുരുളുകളിലൂടെയും വിരലോടിച്ചിട്ടുണ്ടാകും. എന്നാൽ ആ വിരലോടിച്ച ഇടങ്ങളിൽ പിന്നീട് തീ പടർന്നു കയറിയെന്നത് എത്ര വലിയ ദുരന്തമാണ്. ഏകദേശം 300 വർഷത്തോളം അലക്സാൻഡ്രിയ ലോകത്തിൻ്റെ തലച്ചോറായി നിലകൊണ്ടു. 5 ലക്ഷത്തിലധികം ചുരുളുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ചില കണക്കുകൾ പ്രകാരം അത് 7 ലക്ഷം വരെയാണ്. ഗ്രീക്ക് ഇതിഹാസമായ ഹോമറിൻ്റെ ഇലിയഡ്, ഒഡീസി എന്നിവയുടെ ഏറ്റവും കൃത്യമായ പതിപ്പുകൾ അവിടെ സൂക്ഷിച്ചിരുന്നു. ബുദ്ധമത ഗ്രന്ഥങ്ങൾ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ബൈബിളിൻ്റെ പഴയ നിയമം, ഓൾഡ് ടെസ്റ്റമെന്റ്, ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് മാറ്റി എഴുതിയത് ഇവിടെ വെച്ചാണ്. ഇതിനെയാണ് സെപ്റ്റ്വാജന്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ വിജ്ഞാനത്തിൻ്റെ ആധിപത്യത്തിന് പിന്നിൽ ഒരു കറുത്ത വശമുണ്ടായിരുന്നു. അലക്സാൻഡ്രിയയിലെ ഭരണാധികാരികൾക്ക് അറിവ് എന്നത് അധികാരമായിരുന്നു. അറിവുള്ളവൻ ലോകം ഭരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ മറ്റു നഗരങ്ങളിൽ വലിയ ലൈബ്രറികൾ വരുന്നത് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഉദാഹരണത്തിന്, പെർഗമം എന്ന സ്ഥലത്ത് മറ്റൊരു വലിയ ലൈബ്രറി ഉയർന്നു വരാൻ തുടങ്ങിയപ്പോൾ അലക്സാൻഡ്രിയയിലെ രാജാവ് അങ്ങോട്ടേക്കുള്ള പപ്പൈറസ് കയറ്റുമതി നിരോധിച്ചു. ഈജിപ്തിൽ നിന്നുള്ള പപ്പൈറസ് ഇല്ലാതെ അവർക്ക് പുസ്തകമെഴുതാൻ കഴിയില്ലെന്ന് അദ്ദേഹം കരുതി. എന്നാൽ തോറ്റുകൊടുക്കാൻ പെർഗമം തയ്യാറായില്ല. അവർ മൃഗങ്ങളുടെ തൊലി സംസ്കരിച്ച് എഴുതാൻ പഠിച്ചു. അങ്ങനെയാണ് പാർച്ച്മെന്റ് എന്ന എഴുത്തുരൂപം ലോകത്ത് പ്രചാരത്തിലായത്. മത്സരം അറിവിനോടായിരുന്നെങ്കിലും ആത്യന്തികമായി അത് മനുഷ്യരാശിക്കാണ് ഗുണകരമായത്. എന്നാൽ ഈ സുവർണകാലം എന്നേക്കുമായി നിലനിൽക്കില്ലായിരുന്നു. ആകാശത്തിന് താഴെ എല്ലാം നശ്വരമാണല്ലോ. അലക്സാൻഡ്രിയയുടെ ആകാശം പതുക്കെ കറുക്കാൻ തുടങ്ങി. രാഷ്ട്രീയ തർക്കങ്ങളും അധികാരമോഹങ്ങളും മതപരമായ വിദ്വേഷങ്ങളും ആ ലൈബ്രറിക്ക് മുകളിൽ നിഴൽ വീഴ്ത്തി. അലക്സാൻഡ്രിയയിലെ ലൈബ്രറി എങ്ങനെയാണ് നശിച്ചത്? ഇതിനൊറ്റ വാക്കിൽ ഉത്തരമില്ല. അത് ഒരു ദിവസം കൊണ്ടുണ്ടായ ദുരന്തമല്ല. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന അജ്ഞതയുടെയും അക്രമത്തിൻ്റെയും ഫലമായിരുന്നു അത്. ആദ്യത്തെ മുറിവേറ്റത് റോമൻ ചക്രവർത്തിയായ ജൂലിയസ് സീസറിൻ്റെ കാലത്താണ്. BC 48. സീസർ അലക്സാൻഡ്രിയയിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു യുദ്ധത്തിൽ കുടുങ്ങി. തൻ്റെ കപ്പലുകൾക്ക് തീയിടാൻ അദ്ദേഹം ഉത്തരവിട്ടു. എന്നാൽ ആ തീ പടർന്നു കയറിയത് തുറമുഖത്തെ ഗോഡൌണുകളിലേക്കാണ്. അവിടെ സൂക്ഷിച്ചിരുന്ന 10,000-കണക്കിന് പുസ്തകങ്ങൾ കത്തിയമർന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ലൈബ്രറി പൂർണ്ണമായും നശിച്ചോ? ഇല്ല. പക്ഷേ അതൊരു തുടക്കമായിരുന്നു. ലോകത്തിൻ്റെ കണ്ണിൽ ഉണ്ണിയായിരുന്ന ലൈബ്രറിക്ക് സംരക്ഷണമില്ലാതാകുന്ന കാലത്തിൻ്റെ തുടക്കം. പതിയെ പതിയെ റോമൻ സാമ്രാജ്യം ഈജിപ്റ്റ് കീഴടക്കി. അവർക്ക് അറിവിനേക്കാൾ താൽപ്പര്യം ഭരണത്തോടായിരുന്നു. ലൈബ്രറിക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചു. പണ്ഡിതന്മാരെ പുറത്താക്കി. വിജ്ഞാനത്തിൻ്റെ കൊട്ടാരത്തിൽ ഇരുട്ട് പടരാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, വിജ്ഞാനത്തിൻ്റെ ഈ മഹാസമുദ്രം നമ്മുടെ കൺമുന്നിൽ പതുക്കെ വറ്റിപ്പോകുകയാണ്. ചിന്തിച്ചു നോക്കൂ, നമ്മളിന്ന് ഇന്റർനെറ്റിൽ കാണുന്ന ഡാറ്റകൾ ഒരു സർവർ തകരാറിലൂടെ എന്നേക്കുമായി നഷ്ടപ്പെട്ടാൽ എന്തുണ്ടാകും? അന്ന് അലക്സാൻഡ്രിയയിൽ സംഭവിച്ചത് അതായിരുന്നു. നമ്മുടെ പൂർവികർ കണ്ടെത്തിയ സർവ്വതും എന്നേക്കുമായി ഇല്ലാതായി. ഇതൊരു കഥയല്ല, മനുഷ്യവംശം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്താണ്? കപ്പലുകളിൽ നിന്ന് പുസ്തകം മോഷ്ടിക്കുന്ന ആ രീതിയാണോ? അതോ അന്ന് അവർ നടത്തിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്.
അലക്സാന്ദ്രിയയിലെ ലൈബ്രറിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ടതും വൈകാരികവുമായ അധ്യായങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് വെറുമൊരു കെട്ടിടത്തിന്റെ തകർച്ചയല്ല, മറിച്ച് മനുഷ്യചിന്തയുടെ സുവർണകാലത്തിന്മേൽ വീണ കരിനിഴലിന്റെ കഥയാണ്. ആ വിജ്ഞാനത്തിന്റെ മഹാസമുദ്രം എങ്ങനെയാണ് തുള്ളിത്തുമ്പിയായി വറ്റിപ്പോയത്? ആരായിരുന്നു അതിനു പിന്നിൽ? ആ ചരിത്രയാത്ര ഇവിടെ തുടരുന്നു. അലക്സാൻഡ്രിയയുടെ ആകാശം എപ്പോഴും തെളിഞ്ഞതായിരുന്നു. മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള തണുത്ത കാറ്റ് നഗരത്തിലെ വീഥികളിലൂടെ ഒഴുകി നടന്നിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ അലക്സാൻഡ്രിയൻ തുറമുഖത്ത് നങ്കൂരമിടുമ്പോൾ അവിടെ ഇറങ്ങുന്നത് വെറും കച്ചവടക്കാരല്ലായിരുന്നു. പണ്ഡിതന്മാരും കവികളും തത്വചിന്തകരുമായിരുന്നു. ലൈബ്രറി അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന കാലം. ലക്ഷക്കണക്കിന് പപ്പൈറസ് ചുരുളുകൾ അലമാരകളിൽ സുരക്ഷിതമായിരുന്ന കാലം. എന്നാൽ വിധി ആ നഗരത്തിന് കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ലൈബ്രറിയുടെ തകർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രകാരന്മാർക്കിടയിൽ വലിയ തർക്കങ്ങളുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതാണോ, അതോ നൂറ്റാണ്ടുകൾ നീണ്ട അവഗണനയുടെ ഫലമാണോ? സത്യം ഇതിനിടയിലെവിടെയോ ആണ്. ആ വലിയ ദുരന്തത്തിന്റെ ആദ്യത്തെ കനൽ വീണത് ഒരു യുദ്ധത്തിലൂടെയായിരുന്നു. BC 48 റോമൻ ചക്രവർത്തിയായ ജൂലിയസ് സീസർ അലക്സാൻഡ്രിയയിലെത്തുന്നു. അദ്ദേഹം അവിടെ എത്തിയത് ലൈബ്രറി നശിപ്പിക്കാനല്ലായിരുന്നു, മറിച്ച് ഈജിപ്തിലെ ആഭ്യന്തര യുദ്ധത്തിൽ ക്ലിയോപാട്രയെ സഹായിക്കാനായിരുന്നു. ക്ലിയോപാട്രയും സഹോദരൻ ടോളമി 12 തമ്മിലുള്ള അധികാര തർക്കം അലക്സാൻഡ്രിയയെ ഒരു യുദ്ധക്കളമാക്കി മാറ്റി. സീസറുടെ സൈന്യം നഗരത്തിൽ വലയപ്പെട്ടു. ശത്രുക്കളുടെ കപ്പലുകൾ തുറമുഖം ഉപരോധിച്ചു. രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോൾ സീസർ ഒരു കടുത്ത തീരുമാനമെടുത്തു. തന്റെ കപ്പലുകൾക്ക് തീയിടാൻ അദ്ദേഹം ഉത്തരവിട്ടു. ആ രാത്രി അലക്സാൻഡ്രിയ കണ്ടത് ഭയാനകമായ കാഴ്ചയായിരുന്നു. കടലിലെ കപ്പലുകൾ ആളിപ്പടർന്നു. കാറ്റ് ശക്തമായിരുന്നു. കടലിലെ തീ പതുക്കെ കരയിലേക്ക് പടർന്നുകയറി. തുറമുഖത്തിന് തൊട്ടടുത്തായിരുന്ന ഗോഡൌണുകളിലേക്കും പണ്ടകശാലകളിലേക്കും തീ പടർന്നു. അവിടെയായിരുന്നു ലൈബ്രറിക്കായി കരുതിവച്ചിരുന്ന 10,000കണക്കിന് പുതിയ ചുരുളുകൾ സൂക്ഷിച്ചിരുന്നത്. ചരിത്രകാരനായ പ്ലൂട്ടാർക്ക് രേഖപ്പെടുത്തുന്നത് പ്രകാരം ആ തീ അലക്സാൻഡ്രിയയിലെ മഹത്തായ ലൈബ്രറിയെയും ബാധിച്ചു. ആ രാത്രിയിൽ എത്ര അറിവുകൾ ചാരമായി മാറിയെന്ന് ആർക്കും കൃത്യമായ കണക്കില്ല. പക്ഷേ അത് ലൈബ്രറിയുടെ അന്ത്യമായിരുന്നില്ല. സീസറുടെ തീയിൽ കുറച്ചു ഭാഗം നശിച്ചെങ്കിലും ലൈബ്രറി വീണ്ടും അതിജീവിച്ചു. മാർക്ക് ആന്റണി പിന്നീട് പെർഗമമിലെ ലൈബ്രറിയിൽ നിന്നുള്ള 2,00,000 പുസ്തകങ്ങൾ ക്ലിയോപാട്രയ്ക്ക് സമ്മാനമായി കൊടുത്തുകൊണ്ട് ആ നഷ്ടം നികത്താൻ ശ്രമിച്ചു. പക്ഷേ ആ പഴയ പ്രതാപം പതുക്കെ മങ്ങാൻ തുടങ്ങിയിരുന്നു. സീസറിന് ശേഷം റോമൻ സാമ്രാജ്യം ഈജിപ്തിന്റെ ഭരണം പൂർണ്ണമായും ഏറ്റെടുത്തു. റോമൻ ചക്രവർത്തിമാർക്ക് വിജ്ഞാനത്തോടുള്ള സമീപനം വ്യത്യസ്തമായിരുന്നു. ടോളമി രാജാക്കന്മാർക്ക് ലൈബ്രറി എന്നത് അവരുടെ അഭിമാനമായിരുന്നു. എന്നാൽ റോമുകാർക്ക് അത് വെറുമൊരു കെട്ടിടം മാത്രമായി മാറി. ലൈബ്രറിക്കുള്ള ഫണ്ടുകൾ പതുക്കെ കുറഞ്ഞു. പണ്ഡിതന്മാർക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതായി. അറിവിനെ ആരാധിച്ചിരുന്ന ഒരു നഗരം പതുക്കെ രാഷ്ട്രീയ കലഹങ്ങളുടെയും മതപരമായ തർക്കങ്ങളുടെയും കേന്ദ്രമായി മാറാൻ തുടങ്ങി. നൂറ്റാണ്ടുകൾ കടന്നുപോയി. AD 3-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ക്രിസ്തുമതം റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി മാറിക്കഴിഞ്ഞിരുന്നു. അലക്സാൻഡ്രിയ അന്നു വലിയൊരു മതപരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. പഴയ ഗ്രീക്ക് റോമൻ ദൈവങ്ങളെ ആരാധിക്കുന്നവരും ക്രിസ്ത്യാനികളും തമ്മിൽ നഗരത്തിൽ വലിയ സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. അന്നത്തെ ക്രിസ്ത്യൻ മതനേതാക്കൾ പഴയ ഗ്രീക്ക് ശാസ്ത്രത്തെയും തത്വചിന്തയെയും അവിശ്വാസികളുടെ അറിവ് എന്നാണ് കണ്ടത്. ലൈബ്രറി വെറുമൊരു വായനശാലയായിരുന്നില്ല, അത് പഴയ സംസ്കാരത്തിന്റെ അടയാളമായിരുന്നു. AD 391 തിയോഫിലസ് ബിഷപ്പായിരുന്ന കാലത്ത് അലക്സാൻഡ്രിയയിലെ സെറാപ്പിയം എന്ന ക്ഷേത്രം നശിപ്പിക്കാൻ ഉത്തരവിട്ടു. മഹത്തായ ലൈബ്രറിയുടെ ഒരു പ്രധാന ശാഖ ഈ ക്ഷേത്രത്തിനുള്ളിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ചരിത്രം രേഖപ്പെടുത്തുന്നത് ആവേശഭരിതരായ ഒരു വലിയ ജനക്കൂട്ടം സെറാപ്പിയം ആക്രമിക്കുകയും അവിടുത്തെ വിഗ്രഹങ്ങൾക്കൊപ്പം വിലമതിക്കാനാവാത്ത ആയിരക്കണക്കിന് പുസ്തകങ്ങളും തകർക്കുകയും ചെയ്തു. ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ ആ വ്യക്തിത്വം കടന്നുവരുന്നത്. ഹൈപ്പേഷ്യ വെറുമൊരു സ്ത്രീയായിരുന്നില്ല. അവൾ അലക്സാൻഡ്രിയയിലെ അവസാനത്തെ വിളക്കായിരുന്നു. ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും തത്വചിന്തയിലും അവൾക്ക് തുല്യരായി ആരും അന്നുണ്ടായിരുന്നില്ല. ലൈബ്രറിയുടെ അവസാനത്തെ കാവലാളായി അവളെ വിശേഷിപ്പിക്കാം. അവളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുമായിരുന്നു. പക്ഷേ പുരുഷാധിപത്യവും മതഭ്രാന്തും നിറഞ്ഞ ആ കാലഘട്ടത്തിൽ അറിവുള്ള ഒരു സ്ത്രീ എന്നത് പലർക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. AD 415 ഒരു വസന്തകാലം. ഹൈപ്പേഷ്യ തന്റെ രഥത്തിൽ നഗരത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് സിറിൽ എന്ന ബിഷപ്പിന്റെ അനുയായികളായ ഒരു സംഘം ആളുകൾ അവളെ വളഞ്ഞു. അവർ അവളെ രഥത്തിൽ നിന്ന് താഴേക്ക് വലിച്ചിറച്ചു. നഗരത്തിലെ പള്ളിയിലേക്ക് കൊണ്ടുപോയി.
അവിടെ വെച്ച് അവർ ചെയ്ത ക്രൂരതകൾ വിവരിക്കാൻ പോലും പ്രയാസമാണ്. മൂർച്ചയുള്ള ചിപ്പികൾ കൊണ്ട് അവളുടെ ശരീരം അവർ കീറിമുറിച്ചു. മരിച്ചു എന്നുറപ്പായപ്പോൾ അവളുടെ ശരീരം നഗരത്തിന് പുറത്തു കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു. ഹൈപേഷ്യയുടെ മരണം കേവലം ഒരു വ്യക്തിയുടെ മരണമല്ലായിരുന്നു. അത് അലക്സാൻഡ്രിയയിലെ സ്വതന്ത്ര ചിന്തയുടെയും ശാസ്ത്രത്തിൻ്റെയും അന്ത്യമായിരുന്നു. അവൾക്ക് ശേഷം അലക്സാൻഡ്രിയയിൽ അറിവു പകരാൻ ആരുമുണ്ടായില്ല. ലൈബ്രറിയുടെ അവശേഷിച്ച ഭാഗങ്ങൾ പതുക്കെ പൊടി പിടിച്ചു കിടന്നു. ആരും വായനക്കാരില്ലാതെ, ആരും നോക്കാനില്ലാതെ ആ ചുരുളുകൾ നശിക്കാൻ തുടങ്ങി. പിന്നീട് 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും ലൈബ്രറിയെക്കുറിച്ച് കാര്യമായ പരാമർശങ്ങൾ ചരിത്രത്തിലില്ല. ഒരുപക്ഷേ ആ വലിയ കെട്ടിടം അവിടെ തന്നെ അവശേഷിച്ചുണ്ടാകാം. പക്ഷേ അതിനുള്ളിലെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പണ്ഡിതന്മാർ അലക്സാൻഡ്രിയെ വിട്ട് കോൺസ്റ്റാന്റിനോപ്പിളിലേക്കും പേർഷ്യയിലേക്കും പലായനം ചെയ്തു. 7-ാം നൂറ്റാണ്ടിൽ മറ്റൊരു വലിയ മാറ്റം കൂടി സംഭവിച്ചു. ഇസ്ലാം മതത്തിന്റെ ഉദയം. AD 642-ൽ ഖലീഫ ഉമറിന്റെ സൈന്യം അലക്സാൻഡ്രിയ കീഴടക്കി. ഈ സമയത്താണ് ലൈബ്രറിയുടെ നാശത്തെക്കുറിച്ചുള്ള ഏറ്റവും വിവാദപരമായ മറ്റൊരു കഥ പ്രചരിക്കുന്നത്. അമർ ഇബ്നുൽ ആസ് എന്ന സൈന്യാധിപൻ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ എന്തു ചെയ്യണമെന്ന് ഖലീഫയോട് ചോദിച്ചെന്നും ഖലീഫ മറുപടി നൽകിയതിങ്ങനെയാണെന്നുമാണ് കഥ. ആ പുസ്തകങ്ങളിൽ ഖുറാനിലുള്ള കാര്യങ്ങളാണുള്ളതെങ്കിൽ നമുക്കവ ആവശ്യമില്ല. മറിച്ച് അതിലില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അവ അപകടകരവുമാണ്. അതിനാൽ അവ നശിപ്പിച്ചു കളയുക. ഈ കഥയനുസരിച്ച് അലക്സാൻഡ്രിയയിലെ ആയിരക്കണക്കിന് ചുരുളുകൾ നഗരത്തിലെ പുതുസ്നാനഘട്ടങ്ങളിലെ വെള്ളം ചൂടാക്കാൻ വിറകിനു പകരം ഉപയോഗിച്ചെന്നും 6 മാസമെടുത്താണ് അവ കത്തിച്ചു തീർത്തതെന്നും പറയപ്പെടുന്നു. എന്നാൽ ആധുനിക ചരിത്രകാരന്മാർ ഈ കഥയെ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. മുസ്ലിം സൈന്യം എത്തുമ്പോഴേക്കും ലൈബ്രറി അവിടെയുണ്ടായിരുന്നില്ലെന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപേ അത് നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത്. മതപരമായ വിദ്വേഷം വളർത്താൻ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു കഥയാകാമിത്. കാരണം എന്തുതന്നെയായാലും ഫലം ഒന്നു മാത്രമായിരുന്നു: അലക്സാൻഡ്രിയയിലെ ലൈബ്രറി ഇല്ലാതായി. ഒന്നാലോചിച്ചു നോക്കൂ, ആ ലൈബ്രറിയിൽ എന്തൊക്കെയുണ്ടായിരുന്നിരിക്കാം? നമ്മൾ ഇന്ന് വായിക്കുന്ന അരിസ്റ്റോട്ടിലിൻ്റെയും പ്ലാറ്റോയുടെയും കൃതികൾ അവരെഴുതിയതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ്. ബാക്കിയുള്ളവയെല്ലാം അലക്സാൻഡ്രിയയിലുണ്ടായിരുന്നു. സൊഫോക്ലീസിൻ്റെ 100-ലധികം നാടകങ്ങളിൽ ഇന്ന് നമുക്ക് ലഭ്യമായത് വെറും 7 എണ്ണമാണ്. അരിസ്താർക്കസ് എന്ന ശാസ്ത്രജ്ഞൻ ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത് എന്ന് തെളിയിച്ച കൃതികൾ അവിടെയുണ്ടായിരുന്നു. അത് പിന്നീട് നമ്മൾ വീണ്ടും കണ്ടെത്താൻ 1500 വർഷങ്ങളെടുത്തു. കപ്പലുകൾ പണിയുന്നതിനുള്ള രഹസ്യങ്ങൾ, മരുന്നുകളുടെ കൂട്ടുകൾ, അപ്രത്യക്ഷമായ ഭാഷകളുടെ വ്യാകരണം, പുരാതന നാഗരികതകളുടെ യഥാർത്ഥ ചരിത്രം എല്ലാം ആ ചാരത്തിൽ മറഞ്ഞുപോയി. ലൈബ്രറി നശിപ്പിക്കപ്പെട്ടപ്പോൾ മനുഷ്യരാശിയുടെ ഓർമ്മശക്തിയാണ് നഷ്ടപ്പെട്ടത്. ഒരു വലിയ ഇരുണ്ട യുഗത്തിലേക്ക് ലോകം വീണുപോയി. ആയിരക്കണക്കിന് വർഷം നമ്മൾ പുറകോട്ടുപോയി. ഇന്ന് അലക്സാൻഡ്രിയയിൽ പോയാൽ ആ പഴയ ലൈബ്രറിയുടെ ഒരു കല്ല് പോലും കാണാൻ കഴിയില്ല. കടലിൻ്റെ ആഴങ്ങളിൽ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ ചുരുളുകൾ, അവ ഒരിക്കലും തിരിച്ചുവരില്ല. ഒരു മനുഷ്യൻ തൻ്റെ ആയുസ്സിൽ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറാൻ പുസ്തകങ്ങളില്ലാത്തൊരു ലോകം എത്ര ഭയാനകമായിരിക്കും. അലക്സാൻഡ്രിയയുടെ തകർച്ച നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്. അറിവ് എത്രത്തോളം വലുതാണോ അത്രത്തോളം തന്നെ അത് ദുർബലവുമാണ്. അത് സംരക്ഷിക്കാൻ ആളുകളില്ലെങ്കിൽ, അത് നിലനിർത്താൻ സമാധാനപരമായ ഒരു സാഹചര്യമില്ലെങ്കിൽ നിമിഷനേരം കൊണ്ട് അതില്ലാതാകും. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ ഇൻ്റർനെറ്റ് ഒരു മഹാലൈബ്രറിയാണ്. പക്ഷേ ഒരു സെർവർ തകരാറോ ഒരു വലിയ സൈബർ യുദ്ധമോ ഉണ്ടായാൽ നമ്മുടെ ഈ അറിവുകളെല്ലാം എവിടെ പോകും? അലക്സാൻഡ്രിയയിൽ പപ്പൈറസ് ചുരുളുകൾ കത്തി അമർന്നതുപോലെ നമ്മുടെ ഡിജിറ്റൽ ഡാറ്റകളും മാഞ്ഞുപോയാൽ ഭാവിയിലെ മനുഷ്യൻ നമ്മളെക്കുറിച്ച് എന്ത് കരുതും? അലക്സാൻഡ്രിയയിലെ ലൈബ്രറി വെറുമൊരു കെട്ടിടമായിരുന്നില്ല. അത് മനുഷ്യൻ്റെ ജിജ്ഞാസയുടെ പ്രതീകമായിരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി അവയുടെ ദൂരമളക്കാൻ ശ്രമിച്ച മനുഷ്യൻ്റെ ധൈര്യമായിരുന്നു അത്. ആ ധൈര്യത്തെയാണ് അജ്ഞതയുടെയും അധികാരത്തിൻ്റെയും ശക്തികൾ തല്ലിക്കെടുത്തിയത്. ലൈബ്രറിയിലെ അവസാനത്തെ പണ്ഡിതൻ തൻ്റെ കയ്യിലുള്ള അവസാനത്തെ ചുരുളും ചേർത്തുപിടിച്ച് ആ പുകപടലങ്ങൾക്കിടയിലൂടെ പുറത്തേക്കോടുമ്പോൾ അദ്ദേഹം എന്തു ചിന്തിച്ചിട്ടുണ്ടാകും? താൻ സംരക്ഷിക്കുന്നത് മനുഷ്യവംശത്തിൻ്റെ ഭാവിയാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നിരിക്കുമോ? ചരിത്രം എപ്പോഴും ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയാറുണ്ട്. അലക്സാൻഡ്രിയയുടെ കഥ ഒരു മുന്നറിയിപ്പാണ്. അറിവിനെ വെറുക്കുന്നവർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. ചരിത്രത്തെ വളച്ചൊടിക്കുന്നവർ, സത്യത്തെ ഭയപ്പെടുന്നവർ. അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടമെന്നത് അറിവ് സമ്പാദിക്കുക എന്നതും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയുമെന്നതാണ്.
അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയെക്കുറിച്ചുള്ള ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. നഷ്ടപ്പെട്ടുപോയ ആ അറിവുകൾ നമ്മുടെ DNA-യിൽ എവിടെയോ ഒളിഞ്ഞുകിടപ്പുണ്ടാകാം. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ. കാരണം വിജ്ഞാനം എന്നത് നശിപ്പിക്കാൻ കഴിയാത്ത ഒരു ഊർജ്ജമാണ്. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. അലക്സാൻഡ്രിയയിലെ ആ മഹത്തായ ലൈബ്രറിയുടെ ചാരത്തിൽ നിന്ന് പുക ഉയരുന്നത് നമ്മൾ കണ്ടു. ഒരു സംസ്കാരം ഒന്നാകെ കത്തിയമരുന്നത് നാം ദർശിച്ചു. എന്നാൽ ഈ കഥ അവിടെ അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കഥ തുടങ്ങുന്നത് അവിടെയാണ്. ആ പുകപടലങ്ങൾക്കിടയിൽ നമുക്ക് നഷ്ടമായത് എന്തൊക്കെയാണ്? ആ ചാരക്കൂനയിൽ എരിഞ്ഞുപോയത് വെറും കടലാസുകളല്ല, മറിച്ച് മനുഷ്യരാശിയുടെ 1000 വർഷത്തെ പുരോഗതിയായിരുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഇതിലും എത്രയോ മടങ്ങ് അഡ്വാൻസ്ഡ് ആകേണ്ടതായിരുന്നു. എന്തുകൊണ്ടത് സംഭവിച്ചില്ല? നമുക്ക് നഷ്ടപ്പെട്ട ആ അറിവുകൾ എന്തൊക്കെയായിരുന്നു? ആ നിഗൂഢതകളിലേക്കും ആ കറുത്ത ശൂന്യതയിലേക്കും നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അലക്സാൻഡ്രിയയിലെ ലൈബ്രറി കത്തിത്തീർന്നപ്പോൾ ലോകം ഒരു നിശബ്ദതയിലേക്ക് വീണുപോയി. ആ നിശബ്ദത 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ആയിരുന്നില്ല. ഏകദേശം 1000 വർഷത്തോളം നീണ്ടുനിന്ന ഒരു ഇരുണ്ട യുഗത്തിലേക്കാണ് മനുഷ്യൻ നടന്നുകയറിയത്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരുപക്ഷെ ആ ലൈബ്രറി അന്ന് നശിപ്പിക്കപ്പെട്ടിരുന്നില്ല എങ്കിൽ ലോകത്തിൻ്റെ ചരിത്രം എങ്ങനെ മാറുമായിരുന്നു? ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അലക്സാൻഡ്രിയയിലെ അറിവുകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ മനുഷ്യൻ 10-ാം നൂറ്റാണ്ടിൽ തന്നെ ചന്ദ്രനിൽ കാലുകുത്തുമായിരുന്നു. അന്ന് അവിടെയുണ്ടായിരുന്ന ചില കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇത് വെറും അതിശയോക്തിയല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയിൽ ജീവിച്ചിരുന്ന ഹീറോ എന്ന ശാസ്ത്രജ്ഞനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു ഗണിതശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായിരുന്നു. അദ്ദേഹം അവിടെ വെച്ചൊരു യന്ത്രം നിർമ്മിച്ചു, എയോലിപ്പായിൽ എന്ന യന്ത്രം. ലളിതമായി പറഞ്ഞാൽ അതൊരു നീരാവി യന്ത്രമായിരുന്നു. ജെയിംസ് വാട്ട് നീരാവി യന്ത്രം കണ്ടുപിടിക്കുന്നതിനും 1500 വർഷങ്ങൾക്ക് മുൻപ് ഹീറോ ഇത് അലക്സാൻഡ്രിയയിൽ പ്രദർശിപ്പിച്ചിരുന്നു. വെള്ളം തിളപ്പിച്ച് അതിൽ നിന്നുള്ള ആവി ഉപയോഗിച്ച് ഒരു ഗോളത്തെ കറക്കുക എന്നതായിരുന്നു അതിൻ്റെ തത്വം. അന്നതൊരു കളിപ്പാട്ടമായിട്ടാണ് പലരും കണ്ടത്. എന്നാൽ ആ കണ്ടുപിടുത്തം വികസിപ്പിക്കാനുള്ള അറിവ് ആ ലൈബ്രറിക്കുള്ളിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ലൈബ്രറി നശിച്ചില്ലായിരുന്നുവെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ലോകത്ത് വ്യാവസായിക വിപ്ലവം സംഭവിക്കുമായിരുന്നു. ട്രെയിനുകളും ഫാക്ടറികളും അന്ന് നിലവിൽ വരുമായിരുന്നു. വിജ്ഞാനം ചാരമായപ്പോൾ ആ നീരാവി ശക്തിയുടെ രഹസ്യവും വിസ്മൃതിയിലായിപ്പോയി. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് മനുഷ്യൻ വീണ്ടും ആ ആവിശക്തിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. നക്ഷത്രങ്ങളിലേക്കും ഗ്രഹങ്ങളിലേക്കും നോക്കിയ അലക്സാൻഡ്രിയൻ ശാസ്ത്രജ്ഞരുടെ അറിവ് അതിശയിപ്പിക്കുന്നതായിരുന്നു. അരിസ്റ്റാർക്കസ് എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ ആ ലൈബ്രറിയിൽ ഇരുന്നാണ് ഒരു കാര്യം പ്രഖ്യാപിച്ചത്. ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, മറിച്ച് സൂര്യനാണ്. അദ്ദേഹം ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ടെന്നും സൂര്യനു ചുറ്റും സഞ്ചരിക്കുന്നുണ്ടെന്നും അന്ന് തെളിയിച്ചു. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ആ ലൈബ്രറിയിലുണ്ടായിരുന്നു. എന്നാൽ ആ പുസ്തകങ്ങൾ കത്തിപ്പോയതോടെ ആ സത്യവും മറയ്ക്കപ്പെട്ടു. പിന്നീട് 1500 വർഷങ്ങൾക്ക് ശേഷം കോപ്പർനിക്കസും ഗലീലിയോയും ഇതേ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നത് വലിയ എതിർപ്പുകളായിരുന്നു. ആ അറിവ് അന്നേ നിലനിന്നിരുന്നുവെങ്കിൽ നക്ഷത്രങ്ങളിലേക്കുള്ള നമ്മുടെ യാത്ര എത്രയോ മുൻപേ തുടങ്ങിയേനെ. എത്രയോ മനുഷ്യർ തെറ്റായ അറിവുകൾ വിശ്വസിച്ച് ജീവിക്കേണ്ടി വരുമായിരുന്നില്ല. ഭൂമിയുടെ വലിപ്പമളന്ന എറാത്തോസ്തെനീസിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കിയത് വെറും 2% പിശകിൽ മാത്രമാണ്. അത്ഭുതകരമായ കാര്യം എന്താണെന്നറിയാമോ? അന്ന് ആ ലൈബ്രറിയിൽ ലോകത്തിൻ്റെ ഭൂപടങ്ങളുണ്ടായിരുന്നു. നമുക്കിന്നറിയാത്ത പല ഭൂഖണ്ഡങ്ങളെക്കുറിച്ചും ഒരുപക്ഷെ അവർക്ക് അന്ന് അറിവുണ്ടായിരിക്കാം. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അലക്സാൻഡ്രിയയിലെ നാവികൾ അറ്റ്ലാന്റിക് സമുദ്രം കടന്നിട്ടുണ്ടാകുമോ? അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന ചില രഹസ്യ ഭൂപടങ്ങൾ പിന്നീട് ചില നാവികരുടെ കൈകളിലെത്തിയെന്നും അതിൽ നിന്നാണ് അവർക്ക് പുതിയ ലോകത്തെക്കുറിച്ച് അറിവ് ലഭിച്ചതെന്നും ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. എന്നാൽ ആ ഭൂപടങ്ങളുടെ ഒറിജിനൽ എവിടെയുമില്ല. അവയെല്ലാം അലക്സാൻഡ്രിയയിലെ ആ തീയിൽ ഇല്ലാതായി. ഇനി വൈദ്യശാസ്ത്രത്തിൻ്റെ കാര്യമെടുക്കാം. ഹെറോഫിലസും ഇറാസിസ്ട്രാറ്റസും മനുഷ്യശരീരത്തെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ അക്കാലത്തെ അത്ഭുതങ്ങളായിരുന്നു. നാഡീവ്യവസ്ഥയെക്കുറിച്ചും രക്തചംക്രമണത്തെക്കുറിച്ചും അവർ എഴുതിയ ഗ്രന്ഥങ്ങൾ ആ ലൈബ്രറിയുടെ അഭിമാനമായിരുന്നു. എന്നാൽ ആ പുസ്തകങ്ങൾ ഇല്ലാതായതോടെ വൈദ്യശാസ്ത്രം വലിയൊരു പിന്നോട്ടടി നേരിട്ടു. പിന്നീട് മധ്യകാലഘട്ടത്തിൽ മനുഷ്യശരീരം കീറിമുറിക്കുന്നത് പാപമായി കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അലക്സാൻഡ്രിയയിൽ അന്ന് വികസിപ്പിച്ചെടുത്ത പല ശസ്ത്രക്രിയാ രീതികളും മരുന്നുകളും ഇന്നും നമുക്ക് അജ്ഞാതമാണ്. ഒരുപക്ഷെ ഇന്നത്തെ മാരകമായ പല രോഗങ്ങൾക്കുമുള്ള മരുന്ന് അന്ന് ആ താളുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ടാകാം. നമുക്ക് നഷ്ടപ്പെട്ടത് വെറും ശാസ്ത്രം മാത്രമല്ല, നമ്മുടെ ചരിത്രം കൂടിയാണ്. പുരാതന ഈജിപ്തിലെ പിരമിഡുകൾ എങ്ങനെ നിർമ്മിച്ചു? സ്ഫിങ്സിന്റെ രഹസ്യമെന്താണ്? നഷ്ടപ്പെട്ടുപോയ നാഗരികതയായ അറ്റ്ലാന്റിസിനെക്കുറിച്ച് പ്ലേറ്റോ കേട്ട കഥകൾ സത്യമായിരുന്നോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയിലുണ്ടായിരുന്നു.
ഈജിപ്തിലെ പുരോഹിതന്മാരുടെ പക്കൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള രേഖകളുണ്ടായിരുന്നു. അവരത് ലൈബ്രറിക്ക് നൽകിയിരുന്നു. എന്നാൽ ആ രേഖകൾ നശിച്ചതോടെ ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സ് എന്ന ഭാഷ വായിക്കാനുള്ള അറിവ് പോലും മനുഷ്യന് നൂറ്റാണ്ടുകളോളം നഷ്ടമായി. 1799 റൊസേറ്റ സ്റ്റോൺ ലഭിക്കുന്നതുവരെ നമുക്ക് ആ ഭാഷ ഒരു നിഗൂഢതയായിരുന്നു. ലൈബ്രറി ഉണ്ടായിരുന്നെങ്കിൽ ആ രഹസ്യങ്ങളെല്ലാം നമുക്ക് പണ്ടേ നൽകുമായിരുന്നു. നമുക്ക് ചുറ്റും ഇന്ന് കാണുന്ന കെട്ടിടങ്ങൾ, പാലങ്ങൾ, സാങ്കേതികവിദ്യകൾ ഇവയെല്ലാം എത്രകാലം നിലനിൽക്കും? ഒരു വലിയ പ്രകൃതി ദുരന്തമോ യുദ്ധമോ ഉണ്ടായാൽ നമ്മുടെ അറിവുകൾ സംരക്ഷിക്കാൻ ഇന്ന് നമുക്കെന്തുണ്ട്? അലക്സാൻഡ്രിയയിലെ ലൈബ്രറിക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം അത് ഒറ്റയിടത്തായിരുന്നു എന്നതാണ്. ലോകത്തിലെ എല്ലാ അറിവുകളും ഒരു കെട്ടിടത്തിനുള്ളിൽ ഒതുക്കിയപ്പോൾ ആ കെട്ടിടം തകർന്നതോടെ സർവ്വതുമില്ലാതായി. അറിവ് എന്നത് വികേന്ദ്രീകരിക്കപ്പെടേണ്ട ഒന്നാണെന്ന് അലക്സാൻഡ്രിയ നമ്മെ പഠിപ്പിച്ചു. എങ്കിലും ആ വലിയ ദുരന്തത്തിനിടയിലും ചില അറിവുകൾ രക്ഷപ്പെട്ടു എന്നത് നമുക്ക് ചെറിയൊരാശ്വാസമാണ്. ലൈബ്രറി കത്തിയമരുന്നതിനു മുൻപ് ചില പണ്ഡിതന്മാർ തങ്ങളുടെ കയ്യിൽ കിട്ടിയ ചുരുളുകളുമായി പലായനം ചെയ്തിരുന്നു. അവർ ആ അറിവുകൾ കൈകൊണ്ട് പകർത്തി സൂക്ഷിച്ചു. പിന്നീട് വന്ന ഇസ്ലാം മത പണ്ഡിതന്മാർ ഈ ഗ്രീക്ക് കൃതികളെ അറബിക്കിലേക്ക് തർജ്ജമ ചെയ്തു. ഈ അറബിക് തർജ്ജമകളാണ് പിന്നീട് യൂറോപ്പിലെ നവോത്ഥാനത്തിന് കാരണമായത്. അലക്സാൻഡ്രിയയിലെ ആ ചെറിയ അംശങ്ങൾ പോലും ലോകത്തെ മാറ്റാൻ ഇത്രമാത്രം കരുത്തുള്ളവയായിരുന്നുവെങ്കിൽ ആ ലൈബ്രറി പൂർണ്ണമായി ലഭിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ ഈ യാത്ര ഇവിടെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഈ ലൈബ്രറി നശിപ്പിച്ചത് വെറും തീയാണോ, അതോ മനുഷ്യന്റെ അജ്ഞതയാണോ? പലപ്പോഴും ഭരണാധികാരികളും മതനേതാക്കളും അറിവിനെ ഭയപ്പെട്ടിരുന്നു. ചിന്തിക്കുന്ന മനുഷ്യൻ അവർക്ക് അപകടകാരിയായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നവനേക്കാൾ എളുപ്പം വിശ്വസിക്കുന്നവനെ ഭരിക്കാനാണ് അധികാരികൾക്ക് ഇഷ്ടം. അലക്സാൻഡ്രിയയിലെ ലൈബ്രറി വെറുമൊരു പുസ്തകശാലയായിരുന്നില്ല, അതൊരു ചിന്താ വിപ്ലവമായിരുന്നു. ആ വിപ്ലവത്തെയാണ് അവർ അടിച്ചമർത്തിയത്. ഇന്ന് നമ്മൾ ഇന്റർനെറ്റിന്റെ യുഗത്തിലാണ്. വിക്കിപീഡിയയും ഗൂഗിളും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. പക്ഷേ ഒന്നോർക്കുക, ഡിജിറ്റൽ അറിവ് എന്നത് ഫിസിക്കൽ അറിവിനേക്കാൾ വേഗത്തിൽ നശിപ്പിക്കപ്പെടാവുന്ന ഒന്നാണ്. ഒരു വലിയ സോളാർ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ഒരു സൈബർ യുദ്ധമോ ഉണ്ടായാൽ നമ്മുടെ സർവറുകളെല്ലാം നിശ്ചലമാകും. അന്ന് നമ്മൾ അലക്സാൻഡ്രിയയേക്കാൾ വലിയൊരു ഇരുട്ടിലേക്ക് വീണുപോകും. അതുകൊണ്ട് അറിവ് എന്നത് വെറും ഡാറ്റയല്ല, അത് നമ്മുടെ ബോധമാണ്, നമ്മുടെ പാരമ്പര്യമാണ്. അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയുടെ കഥ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തെളിയുന്നത് ഒരു വലിയ ഹാളാണ്. അവിടുത്തെ കത്തിയമർന്ന താളുകളിൽ നിന്നുയർന്നുവരുന്ന പുകയുടെ മണം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അവിടെ ഇരുന്ന് പഠിച്ച ആ പഴയ പണ്ഡിതന്മാരുടെ നിരാശ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നഷ്ടപ്പെട്ടുപോയ ആ അറിവുകൾക്കു വേണ്ടി നമുക്ക് ഖേദിക്കാം. പക്ഷേ അതിനേക്കാൾ പ്രധാനമായി നമ്മുടെ കയ്യിലുള്ള അറിവിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഓരോ പുസ്തകവും ഓരോ ലൈബ്രറിയാണ്. ഓരോ മനുഷ്യനും അറിവിൻ്റെ ഒരു സമുദ്രമാണ്. അലക്സാൻഡ്രിയ നമുക്ക് നൽകുന്ന സന്ദേശം ലളിതമാണ്. അറിവ് എന്നത് പ്രകാശമാണ്. ആ പ്രകാശം അണഞ്ഞുപോയാൽ ലോകം വീണ്ടും മൃഗതുല്യമായ ഇരുട്ടിലേക്ക് മടങ്ങിപ്പോകും. നമുക്ക് നഷ്ടമായ ആ വലിയ ലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ തവണ നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോഴും ഓരോ തവണ നമ്മൾ സത്യം അന്വേഷിക്കുമ്പോഴും അലക്സാൻഡ്രിയയിലെ ആ ലൈബ്രറി നമ്മുടെ ഉള്ളിൽ പുനർജനിക്കുകയാണ്. ആ ചാരത്തിൽ നിന്ന് പുതിയ ചിന്തകൾ മുളപൊട്ടുകയാണ്. അലക്സാൻഡ്രിയയിലെ ലൈബ്രറിക്കു വേണ്ടി നമുക്കൊരു നിമിഷം നിശബ്ദത പാലിക്കാം. ആ കത്തിയമർന്ന വിജ്ഞാനത്തിനു വേണ്ടി, ആരും അറിയാതെ പോയ ആ പണ്ഡിതന്മാർക്കു വേണ്ടി. അവർ കണ്ട സ്വപ്നങ്ങൾ നമ്മളിലൂടെയെങ്കിലും യാഥാർത്ഥ്യമാകട്ടെ. അലക്സാൻഡ്രിയയിലെ ആ മഹാസൗധം നിലനിന്നിരുന്ന തീരത്ത് ഇന്ന് മെഡിറ്ററേനിയൻ കടൽത്തിരകൾ വന്നലയ്ക്കുന്നുണ്ട്. ആ തിരമാലകൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൻ്റെ ബുദ്ധിശക്തി മുഴുവൻ കേന്ദ്രീകരിച്ചിരുന്ന ആ മങ്ങിൽ ഇന്ന് വെറും നിശബ്ദത മാത്രം. ആ നിശബ്ദതയിൽ ഒളിഞ്ഞുകിടക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ ആരാണ്? നമ്മൾ എവിടെ നിന്ന് വന്നു? നമ്മുടെ പൂർവികർക്കറിയാമായിരുന്ന സത്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര അതിൻ്റെ ഏറ്റവും വൈകാരികവും ചിന്താപരവുമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയുടെ തകർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഭരണാധികാരികളെയും യുദ്ധങ്ങളെയും മതങ്ങളെയും കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ ഒരു ശത്രു ആ ലൈബ്രറിക്കുണ്ടായിരുന്നു. അത് മനുഷ്യൻ്റെ വിസ്മൃതിയായിരുന്നു. എംനീഷ്യ ഓഫ് ഹ്യൂമാനിറ്റി. ഒരു വസ്തുവിനെ സംരക്ഷിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ, അതിൻ്റെ മൂല്യം തിരിച്ചറിയാൻ തലമുറകൾക്ക് കഴിയാതെ വരുമ്പോൾ അത് താനേ ഇല്ലാതാകും. അലക്സാൻഡ്രിയയിൽ സംഭവിച്ചതും അതുതന്നെയായിരുന്നു. ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മനുഷ്യൻ താൻ നേടിയെടുത്ത അറിവുകളെ ചവിട്ടി മെതിച്ചിട്ടുണ്ട്.
പുതിയത് വരുമ്പോൾ പഴയതിനെ ഭയത്തോടെ നോക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. അലക്സാണ്ട്രിയയിലെ പണ്ഡിതന്മാർ നക്ഷത്രങ്ങളെ നോക്കി പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ തേടിയപ്പോൾ അത് പലർക്കും മന്ത്രവാദമായും ദൈവനിന്ദയായുമാണ് തോന്നിയത്. അറിവെന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് അലക്സാണ്ട്രിയ വിശ്വസിച്ചപ്പോൾ അത് തങ്ങളുടെ അധികാരത്തിന് ഭീഷണിയാണെന്ന് ചിലർ കരുതി. ആ ഭയമാണ് ആത്യന്തികമായി ആ ലൈബ്രറിയെ വിഴുങ്ങിയത്. നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം. അലക്സാണ്ട്രിയയിലെ ആ കത്തിയമർന്ന പപ്പൈറസ് ചുരുളുകളിൽ അറ്റ്ലാന്റിസ് എന്ന ആ നിഗൂഢ നഗരത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നിരിക്കുമോ? പ്ലാറ്റോ തൻ്റെ കൃതികളിൽ സൂചിപ്പിച്ച ആ അതിപുരാതന നാഗരികത ഒരു സങ്കല്പം മാത്രമായിരുന്നോ, അതോ യഥാർത്ഥത്തിൽ നിലനിന്നിരുന്ന ഒന്നായിരുന്നോ? അലക്സാണ്ട്രിയയിലെ ഈജിപ്ഷ്യൻ രേഖകളിൽ അതിൻ്റെ സ്ഥാനം രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ ആ ചുരുളുകൾ ചാരമായപ്പോൾ ആ നാഗരികതയും എന്നേക്കുമായി ഒരു മിത്തായി മാറി. അതുപോലെ തന്നെയായിരുന്നു പുരാതന ഭാരതത്തിലെയും പേർഷ്യയിലെയും അറിവുകൾ. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന പണ്ഡിതന്മാർ ഇവിടത്തെ തത്വചിന്തകളും ശാസ്ത്രീയ അറിവുകളും ശേഖരിച്ചിരുന്നു. ആയുർവേദത്തിലെയും യോഗയിലെയും ഗണിതത്തിലെയും രഹസ്യങ്ങൾ അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയിലെത്തിയിരുന്നു. ഒരുപക്ഷേ ആധുനിക സർജറി രീതികളുടെ ആദ്യ രൂപങ്ങൾ അന്നവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. ഇന്ന് നമ്മൾ വലിയ കണ്ടുപിടുത്തങ്ങൾ എന്ന് വിളിക്കുന്ന പല കാര്യങ്ങളും അന്നവിടെ സർവ്വസാധാരണമായിരുന്നു. വിജ്ഞാനത്തിൻ്റെ ആ കണ്ണി മുറിഞ്ഞുപോയപ്പോൾ മനുഷ്യരാശിക്ക് നഷ്ടമായത് ആയിരക്കണക്കിന് വർഷത്തെ അനുഭവസമ്പത്താണ്. മറ്റൊരു പ്രധാന കാര്യം, അലക്സാണ്ട്രിയയിലെ ലൈബ്രറി കേവലം അറിവിൻ്റെ ശേഖരം മാത്രമല്ലായിരുന്നു, അതൊരു സമാധാനത്തിൻ്റെ കേന്ദ്രം കൂടിയായിരുന്നു. വിവിധ മതങ്ങളിലും സംസ്കാരങ്ങളിലും വിശ്വസിച്ചിരുന്ന പണ്ഡിതന്മാർ ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംവദിച്ചിരുന്ന ഒരിടം. അവിടെ വിദ്വേഷത്തേക്കാൾ വലിയ സത്യം അറിവ് എന്നതായിരുന്നു. ആ സഹിഷ്ണുതയുടെ സംസ്കാരമാണ് ആദ്യം തകർക്കപ്പെട്ടത്. മനുഷ്യൻ എപ്പോൾ തൻ്റെ ആശയമാണ് മറ്റുള്ളവരുടേതിനേക്കാൾ വലുത് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നുവോ, അന്നവൻ പുസ്തകങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും. കാരണം പുസ്തകങ്ങൾ അവനെ ചിന്തിപ്പിക്കും, ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കും. അലക്സാണ്ട്രിയയിലെ ലൈബ്രറിക്ക് ശേഷം ലോകം കണ്ട മറ്റൊരു വലിയ അറിവിൻ്റെ കേന്ദ്രമായിരുന്നു ബാഗ്ദാദിലെ ഹൗസ് ഓഫ് വിസ്ഡം. 8-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലും അലക്സാണ്ട്രിയയുടെ ആ പഴയ പാരമ്പര്യം അവിടെ പുനർജനിച്ചു. ഗ്രീക്ക് കൃതികൾ അറബിയിലേക്ക് മാറ്റപ്പെട്ടു. ശാസ്ത്രവും ഗണിതവും വീണ്ടും തഴച്ചു വളർന്നു. എന്നാൽ അലക്സാണ്ട്രിയയുടെ വിധി തന്നെയായിരുന്നു ബാഗ്ദാദിനെയും കാത്തിരുന്നത്. 1258-ൽ മംഗോളിയൻ സൈന്യം ബാഗ്ദാദ് ആക്രമിച്ചപ്പോൾ അവർ ഹൗസ് ഓഫ് വിസ്ഡം തകർത്തു. അന്ന് ടൈഗ്രിസ് നദിയിലെ വെള്ളം പുസ്തകങ്ങളിലെ മഷി കൊണ്ട് കറുത്ത നിറമായി മാറിയെന്ന് ചരിത്രം പറയുന്നു. മനുഷ്യൻ വീണ്ടും വീണ്ടും ഒരേ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്നത്തെ കാലത്തേക്ക് വരാം. നമ്മൾ കരുതുന്നത് നമ്മുടെ അറിവുകളെല്ലാം സുരക്ഷിതമാണെന്നാണ്. നമ്മുടെ പക്കൽ ഗൂഗിളുണ്ട്, ക്ലൗഡ് സ്റ്റോറേജുണ്ട്, ഡിജിറ്റൽ ലൈബ്രറികളുണ്ട്. പക്ഷേ ഈ ഡിജിറ്റൽ ലോകം എത്രത്തോളം ഫ്രജയിലാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വലിയ സൈബർ യുദ്ധമുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു വലിയ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് ഭൂമിയിൽ പതിച്ചാൽ നമ്മുടെ എല്ലാ ഹാർഡ് ഡിസ്കുകളും നിശ്ചലമാകും, ഇൻ്റർനെറ്റ് ഇല്ലാതാകും. അന്ന് നമ്മൾ എന്തു ചെയ്യും? പുരാതന കാലത്തെ കല്ലുകളിൽ കൊത്തിവെച്ച അക്ഷരങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിന്നു. പപ്പൈറസ് ചുരുളുകൾ നൂറ്റാണ്ടുകളോളം ടിക്കനിന്നു. എന്നാൽ നമ്മുടെ ഡിജിറ്റൽ ഡാറ്റകൾക്ക് എത്ര ആയുസ്സുണ്ട്? 10-20 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ പല ഫോർമാറ്റുകളും ഉപയോഗശൂന്യമാകും. നമ്മുടെ തലമുറയെക്കുറിച്ച് ഭാവിയിൽ വരാനിരിക്കുന്നവർക്ക് അറിയാൻ ഒന്നും ബാക്കിയുണ്ടാകില്ല. നമ്മളൊരു ഡിജിറ്റൽ ഇരുണ്ട യുഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ശാസ്ത്രജ്ഞർ ഭയപ്പെടുന്നുണ്ട്. അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയിൽ നടന്നത് ഒരു ഭൗതികമായ തകർച്ചയായിരുന്നുവെങ്കിൽ, ഇന്ന് നടക്കുന്നത് അറിവിൻ്റെ അതിപ്രസരം കൊണ്ട് സത്യം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. വിവരങ്ങൾ ഒരുപാടുണ്ട്, എന്നാൽ യഥാർത്ഥ അറിവ് കുറഞ്ഞുവരുന്നു. അലക്സാണ്ട്രിയയിലെ ഒരു പണ്ഡിതൻ വർഷങ്ങളോളം പഠിച്ചു കണ്ടെത്തുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ സെക്കൻഡുകൾ കൊണ്ട് ഗൂഗിൾ ചെയ്യുന്നു. പക്ഷേ ആ അറിവ് നമ്മുടേതാവുന്നില്ല. അത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. അലക്സാണ്ട്രിയയിലെ ലൈബ്രറി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം അറിവിനോടുള്ള ആദരവാണ്. ഓരോ വാക്കും ഓരോ വരിയും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് അവർക്കറിയാമായിരുന്നു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അലക്സാണ്ട്രിയയിലെ ആ വലിയ ലൈബ്രറിയുടെ ഹാളിലൂടെ നമ്മൾ നടക്കുകയാണ്. ചുറ്റും കത്തുന്ന തീ.
പണ്ഡിതന്മാർ ജീവൻ പണയപ്പെടുത്തി ഓരോ ചുരുളുകളും മാറോട് ചേർത്തോടുന്നു. ആ തീയിൽ ഇല്ലാതാകുന്നത് വെറും വാക്കുകളല്ല, മറിച്ച് മനുഷ്യന്റെ സ്വപ്നങ്ങളാണ്. അവിടെ ഒരു പണ്ഡിതൻ നിലവിളിക്കുന്നുണ്ടാകാം, ഇത് നശിപ്പിക്കരുത്, ഇതിൽ നിങ്ങളുടെ മക്കൾക്കുള്ള മരുന്നുണ്ട്, ഇതിൽ നക്ഷത്രങ്ങളിലേക്കുള്ള വഴിയുണ്ട്. പക്ഷെ ആരും അത് കേൾക്കുന്നില്ല. അധികാരത്തിൻ്റെയും മതഭ്രാന്തിയുടെയും ആവേശം ആ നിലവിളികളെ മുക്കിക്കളയുന്നു. ചരിത്രം എന്നത് വെറുമൊരു ഓർമ്മപ്പെടുത്തലല്ല, അതൊരു മുന്നറിയിപ്പാണ്. അലക്സാൻഡ്രിയയിലെ ലൈബ്രറി ഒരു തവണയല്ല നശിപ്പിക്കപ്പെട്ടത്. ഓരോ തവണ മനുഷ്യൻ അറിവിനെ അവഗണിക്കുമ്പോഴും ഓരോ തവണ സത്യത്തെ മറച്ചുപിടിക്കുമ്പോഴും അലക്സാൻഡ്രിയ വീണ്ടും കത്തിയെരിയുകയാണ്. നമ്മൾ ഇന്നും അലക്സാൻഡ്രിയയെക്കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. അത് നമ്മുടെ ഉള്ളിലെ നഷ്ടബോധത്തിൻ്റെ അടയാളമാണ്. നമുക്ക് നഷ്ടപ്പെട്ടതെന്താണെന്ന് നമുക്കൊരിക്കലും പൂർണ്ണമായി അറിയാൻ കഴിയില്ല. ഒരുപക്ഷെ ആ ലൈബ്രറി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന യുദ്ധങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, ദാരിദ്ര്യം ഉണ്ടാവില്ലായിരുന്നു, മാരകമായ രോഗങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. മനുഷ്യൻ കൂടുതൽ പരിഷ്കൃതനും ദയാലുവുമായ ഒരു വർഗമായി മാറുമായിരുന്നു. അറിവ് വർദ്ധിക്കുന്തോറും മനുഷ്യന്റെ അഹങ്കാരം കുറയേണ്ടതായിരുന്നു. പക്ഷേ അലക്സാൻഡ്രിയയുടെ തകർച്ചയോടെ മനുഷ്യൻ തന്റെ അഹങ്കാരത്തെ അറിവിനേക്കാൾ വലുതായി കാണാൻ തുടങ്ങി. ഇന്ന് നമ്മൾ അലക്സാൻഡ്രിയയിൽ കാണുന്ന പുതിയ ലൈബ്രറി, ബിബ്ലിയോത്തേക്ക അലക്സാൻഡ്രീന, ആ പഴയ പ്രതാപത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. പക്ഷേ അതൊരിക്കലും ആ പഴയ ലൈബ്രറി ആവില്ല. ആ പഴയ ലൈബ്രറി ഒരു കെട്ടിടം മാത്രമായിരുന്നില്ല, അതൊരു വിശ്വാസമായിരുന്നു. മനുഷ്യന് എന്തും കീഴടക്കാൻ കഴിയുമെന്ന വിശ്വാസം, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തന്റെ ബുദ്ധിശക്തി കൊണ്ട് അവൻ കണ്ടെത്തുമെന്ന വിശ്വാസം. ആ വിശ്വാസത്തിനാണ് അന്ന് തീപിടിച്ചത്. നമ്മുടെ ഈ നീണ്ട യാത്രയുടെ സമാപ്തിയിലെത്തുമ്പോൾ നമുക്കൊന്നു മാത്രം ഉറപ്പിച്ചു പറയാം: അലക്സാൻഡ്രിയയിലെ ലൈബ്രറി ഇല്ലാതായെങ്കിലും അത് പകർന്നു നൽകിയ ആവേശത്തിനും മരണമില്ല. അറിവിനായുള്ള മനുഷ്യന്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ ചെറിയ കണ്ടുപിടുത്തവും, നമ്മൾ വായിക്കുന്ന ഓരോ പുസ്തകവും ആ പഴയ ലൈബ്രറിക്ക് നൽകുന്ന ഒരു ആദരാഞ്ജലിയാണ്. നഷ്ടപ്പെട്ട അറിവുകൾ എവിടെയോ ഉണ്ടെന്ന പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ടു പോകാം. ഒരുപക്ഷേ ഭൂമിയുടെ ആഴങ്ങളിൽ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മണലിൽ മൂടിക്കിടക്കുന്ന ആ പഴയ ചുരുളുകൾ എന്നെങ്കിലും നമ്മെ തേടിയെത്തുമായിരിക്കും. അന്ന് നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്രത്തോളം അപൂർണരായിരുന്നുവെന്ന്. അലക്സാൻഡ്രിയയുടെ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ കാര്യമാണ്: അറിവിനെ സ്നേഹിക്കുക, അതിനെ സംരക്ഷിക്കുക. കാരണം ഒരു സമൂഹത്തിന്റെ സംസ്കാരം അളക്കുന്നത് അവർ പണിയുന്ന കൊട്ടാരങ്ങൾ കൊണ്ടല്ല, മറിച്ച് അവർ സംരക്ഷിക്കുന്ന പുസ്തകങ്ങൾ കൊണ്ടാണ്. ലൈബ്രറികൾ ഇല്ലാതാകുന്നിടത്ത് സംസ്കാരങ്ങളും ഇല്ലാതാകുന്നു. അലക്സാൻഡ്രിയയിലെ ആ അവസാനത്തെ ചാരത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്: അധികാരം വരും പോകും, സാമ്രാജ്യങ്ങൾ തകരും, രാജാക്കന്മാർ വിസ്മൃതിയിലാകും, പക്ഷേ അറിവ് മാത്രം അനശ്വരമായി നിലനിൽക്കും. അതൊരു നക്ഷത്രത്തെപ്പോലെ ഇരുട്ടിൽ വഴികാട്ടും. ആ പ്രകാശം അണയാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അലക്സാൻഡ്രിയയിലെ ലൈബ്രറിക്ക് വേണ്ടി നമുക്ക് ഖേദിക്കേണ്ടതില്ല, മറിച്ച് അതിൽ നിന്ന് പഠിക്കാം. വരും തലമുറകൾക്കായി നമ്മൾ എന്തു ബാക്കി വയ്ക്കുന്നു എന്ന് ചിന്തിക്കാം. അറിവിൻ്റെ ആ മഹാസമുദ്രം നമുക്ക് നഷ്ടമായെങ്കിലും അതിൻ്റെ ഓരോ തുള്ളിയും ഇന്നും നമ്മുടെ ചിന്തകളിൽ തിരതെല്ലിക്കുന്നുണ്ട്. ആ തിരകളിൽ നിന്ന് നമുക്കൊരു പുതിയ ലോകം കെട്ടിപ്പടുക്കാം. അലക്സാൻഡ്രിയയുടെ ആ ശൂന്യമായ ഹാളുകളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ആകാശം നോക്കുക. ആ നക്ഷത്രങ്ങൾ ഇന്നും അവിടെയുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അലക്സാൻഡ്രിയയിലെ പണ്ഡിതന്മാർ നോക്കിയ അതേ നക്ഷത്രങ്ങൾ. അവർക്ക് പറയാൻ കഴിയാതെ പോയ രഹസ്യങ്ങൾ ആ നക്ഷത്രങ്ങൾക്കറിയാം. നമ്മൾ എന്നെങ്കിലും ആ രഹസ്യങ്ങൾ കണ്ടെത്തും. അന്ന് അലക്സാൻഡ്രിയയിലെ ആ പഴയ പണ്ഡിതന്മാർ ചിരിക്കും. അവരുടെ അധ്വാനം വെറുതെയായില്ല എന്നവർ തിരിച്ചറിയും. നമുക്കൊന്ന് പിന്നിലേക്ക് സഞ്ചരിക്കാം. ലൈബ്രറി കത്തിയെരിയുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ വലിയ ഹാളുകളിൽ വെളിച്ചം നിറഞ്ഞ കാലത്തേക്ക്. അവിടെ കേവലം പുസ്തകങ്ങൾ വായിക്കുന്ന മനുഷ്യർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാർ അവിടെയാണ് തമ്പടിച്ചിരുന്നത്. അവർ വെറും സിദ്ധാന്തങ്ങൾ എഴുതുകയല്ല ചെയ്തത്, മറിച്ച് ലോകത്തെ മാറ്റിമറിച്ച പല ഉപകരണങ്ങളും അവിടെ നിർമ്മിച്ചെടുക്കുകയായിരുന്നു. അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയിലെ ഏറ്റവും വലിയ വിസ്മയങ്ങളിലൊരാളായിരുന്നു ആർക്കിമിഡീസ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കിമിഡീസിന്റെ പല കണ്ടുപിടുത്തങ്ങളും വികസിപ്പിക്കപ്പെട്ടത് അലക്സാൻഡ്രിയയിലായിരുന്നു. ഈജിപ്തിലെ കർഷകർക്ക് നൈൽ നദിയിൽ നിന്ന് വെള്ളമുയർത്താൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ വച്ച് ഒരു സ്ക്രൂ നിർമ്മിച്ചു. ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആ ജലസേചന രീതി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ആ സ്ക്രൂവിനേക്കാൾ ഭയാനകമായ പല പ്രതിരോധ യന്ത്രങ്ങളും അദ്ദേഹം അവിടെ വച്ച് വിഭാവനം ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. ശത്രുക്കളുടെ കപ്പലുകളെ കടലിൽ നിന്ന് ഉയർത്തിപ്പൊക്കിയെറിയുന്ന ഭീമാകാരമായ കൊളുത്തുകൾ അന്ന് ആ ലൈബ്രറിയിലെ രേഖകളിലുണ്ടായിരുന്നു.
ലൈബ്രറിയിലെ മറ്റൊരു അത്ഭുതമായിരുന്നു സ്റ്റെസിബിയസ്. അദ്ദേഹത്തെ കംബ്രസ്റ്റെയറിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇന്നത്തെ ഹൈഡ്രോളിക് മെഷീനുകളുടെയും പമ്പുകളുടെയും ആദ്യ രൂപം അദ്ദേഹം ലൈബ്രറിയിൽ ഇരുന്നാണ് വികസിപ്പിച്ചത്. അദ്ദേഹം നിർമ്മിച്ച ഹൈഡ്രോളിസ് എന്ന ജലവീണ അന്നത്തെ ലോകത്തെ അമ്പരപ്പിച്ചു. വെള്ളത്തിന്റെ സമ്മർദ്ദം ഉപയോഗിച്ച് സംഗീതം വായിക്കുന്ന ആ യന്ത്രം ലൈബ്രറിയിലെ ഒരു വലിയ കൗതുകമായിരുന്നു. കംബ്രസ്റ്റെയർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തോക്കുകൾ പോലും അദ്ദേഹം അന്ന് ആലോചിച്ചിരുന്നു. ഈ അറിവുകളെല്ലാം ആ പപ്പൈറസ് ചുരുളുകളിലുണ്ടായിരുന്നു. എന്നാൽ ലൈബ്രറി നശിച്ചതോടെ വായുവിന്റെ ശക്തി ഉപയോഗിച്ച് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാമെന്ന സത്യം മനുഷ്യൻ പിന്നീട് 1500 വർഷത്തോളം വിസ്മരിച്ചു. അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയെക്കുറിച്ച് പറയുമ്പോൾ ആ നഗരത്തിലെ തന്നെ മറ്റൊരു വിസ്മയമായ ഫാരോസ് വെളിച്ചഗോപുരം നമുക്കൊഴിവാക്കാൻ കഴിയില്ല. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായിരുന്ന ഈ ഗോപുരം ലൈബ്രറിയുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ ഗോപുരത്തിനു മുകളിൽ സ്ഥാപിച്ചിരുന്ന ഭീമാകാരമായ കണ്ണാടികൾ ആധുനിക ടെലിസ്കോപ്പുകളുടെ ഒരു പ്രാകൃത രൂപമായിരുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു. കടലിൽ കിലോമീറ്ററുകൾ അകലെയുള്ള കപ്പലുകളെ ഈ കണ്ണാടികൾ ഉപയോഗിച്ച് മുൻകൂട്ടി കാണാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ആ കണ്ണാടികൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും അവയുടെ ഫോക്കസിംഗ് രീതികളും ലൈബ്രറിയിലെ ഓപ്റ്റിക്സ് വിഭാഗത്തിലെ ചുരുളുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ ലേസർ സാങ്കേതിക വിദ്യയുടെയും ലെൻസുകളുടെയും പ്രാകൃത രൂപം അന്ന് ആ പണ്ഡിതന്മാരുടെ കൈവശമുണ്ടായിരുന്നു. ലൈബ്രറി നശിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും 12ാം നൂറ്റാണ്ടിനു മുൻപേ കണ്ടുപിടിക്കുമായിരുന്നു. ഇനി മറ്റൊരു വിചിത്രമായ കണ്ടുപിടുത്തത്തിലേക്ക് വരാം. അലക്സാൻഡ്രിയയിലെ ക്ഷേത്രങ്ങളിൽ വച്ചിരുന്ന ഓട്ടോമാറ്റിക് ദ്വാരങ്ങൾ, പള്ളിയിൽ പൂജകൾ നടക്കുമ്പോൾ തീ കത്തിക്കുമ്പോൾ താനേ തുറക്കുന്ന ദ്വാരങ്ങൾ. ഇതൊരു ദിവ്യശക്തിയാണെന്നാണ് അന്ന് ജനം കരുതിയിരുന്നത്. പക്ഷേ ലൈബ്രറിയിലെ എഞ്ചിനീയർമാർ രൂപകൽപ്പന ചെയ്തതായിരുന്നു ഇത്. തീ കത്തുമ്പോൾ വായു വികസിക്കുന്നതും ആ മർദ്ദം ഉപയോഗിച്ച് ഭാരമുള്ള ദ്വാരങ്ങൾ ചലിക്കുന്നതുമായ സാങ്കേതികവിദ്യ അവർക്ക് വശമായിരുന്നു. ഇന്നും നമ്മൾ മോഡേൺ മാളുകളിൽ കാണുന്ന സെൻസർ ദ്വാരങ്ങളുടെ പിതാക്കന്മാരായിരുന്നു അവർ. പക്ഷേ അവയെല്ലാം അവിശ്വാസികളുടെ വിദ്യകളെന്ന് വിളിക്കപ്പെട്ട് മതഭ്രാന്തന്മാരാൽ തകർക്കപ്പെട്ടു. ലൈബ്രറിയിലെ ലൈബ്രറിയന്മാരുടെ പട്ടിക നോക്കിയാൽ നമുക്ക് മറ്റൊരു അത്ഭുതത്തെ കാണാം. ഹിപ്പാർക്കസ്. അദ്ദേഹമാണ് നക്ഷത്രങ്ങളുടെ ഭൂപടം ആദ്യമായി തയ്യാറാക്കിയത്. അദ്ദേഹം 1000ഓളം നക്ഷത്രങ്ങളുടെ കൃത്യമായ സ്ഥാനം രേഖപ്പെടുത്തി. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ആടുന്നുണ്ടെന്നും അദ്ദേഹം കണ്ടെത്തി. ഈ അറിവുകൾ സമുദ്രയാത്രകൾക്ക് എത്രത്തോളം ഉപകരിക്കുമായിരുന്നു. ലൈബ്രറി ഉണ്ടായിരുന്നെങ്കിൽ നാവികർക്ക് ദിശ തെറ്റാതെ ലോകം മുഴുവൻ പണ്ടേ ചുറ്റിക്കറങ്ങാൻ കഴിയുമായിരുന്നു. കൊളംബസിനും വാസ്കോഡഗാമയ്ക്കും മുൻപേ ലോകഭൂപടം അലക്സാൻഡ്രിയയിൽ പൂർണ്ണമായിരുന്നു. ലൈബ്രറിയിൽ ഒരു ഗ്ലാസ് നിർമ്മാണ വിഭാഗം പോലുമുണ്ടായിരുന്നു. അക്കാലത്ത് കണ്ണാടികളും ലെൻസുകളും നിർമ്മിക്കുന്നതിൽ അലക്സാൻഡ്രിയക്കാർക്ക് വലിയ വൈദഗ്ധ്യമുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ചില അവശിഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നത് അവർ വളരെ നേർത്ത ലെൻസുകൾ നിർമ്മിച്ചിരുന്നു എന്നാണ്. കാഴ്ചശക്തി കുറഞ്ഞവർക്കുള്ള കണ്ണടകൾ ഒരുപക്ഷേ അന്നവിടെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കാം. പക്ഷേ അതിൻ്റെ ഫോർമുലകൾ ആ ലൈബ്രറിക്കൊപ്പം കത്തിപ്പോയി. ഇനി ഗണിതശാസ്ത്രത്തിലെ രഹസ്യങ്ങളിലേക്ക് കടക്കാം. നാം ഇന്ന് പറയുന്ന അറബിക് അക്കങ്ങൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയിലെത്തുകയും അവിടെ നിന്ന് ഗ്രീക്ക് പണ്ഡിതന്മാർ പരിഷ്കരിക്കുകയും ചെയ്തവയാണ്. ലൈബ്രറിയിലെ ഗണിത വിഭാഗം വെറും കണക്കുകൂട്ടലുകൾ മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്. അവർ പ്രപഞ്ചത്തിന്റെ താളം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. ഫിബൊണാച്ചി സംഖ്യകൾ പോലുള്ള സങ്കീർണമായ കാര്യങ്ങൾ പരോക്ഷമായി ആ ചുരുളുകളിൽ സൂചിപ്പിച്ചിരുന്നു. ലൈബ്രറിയുടെ തകർച്ച മനുഷ്യരാശിയുടെ ഭൗതികമായ വളർച്ചയെ മാത്രമല്ല ബാധിച്ചത്, മറിച്ച് നമ്മുടെ മാനസികമായ പരിണാമത്തെ കൂടിയാണ്. ആ ലൈബ്രറിയിൽ ഒരു വലിയ സൈക്കോളജി വിഭാഗമുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. സ്വപ്നങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ മനസ്സിനെക്കുറിച്ചും അവർ പഠിച്ചിരുന്നു. ഫ്രോയിഡിനും യുങ്ങിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ മനുഷ്യ മനസ്സിന്റെ ആഴങ്ങൾ അവർ അളന്നിട്ടുണ്ടാകാം. പക്ഷേ അവയെല്ലാം ഇന്ന് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. നമുക്ക് നഷ്ടമായത് വെറും അറിവുകളല്ല, മറിച്ച് അറിവ് സമ്പാദിക്കാനുള്ള ആ രീതി, മെത്തഡോളജി കൂടിയാണ്. അലക്സാൻഡ്രിയയിലെ ലൈബ്രറി ലോകത്തെല്ലായിടത്തു നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു ശൃംഖല തന്നെ ഉണ്ടാക്കിയിരുന്നു. അതിന്നത്തെ ഇന്റർനെറ്റിന്റെ ഒരു ഭൗതിക രൂപമായിരുന്നു. ഓരോ കപ്പലിൽ നിന്നും പുസ്തകങ്ങൾ പിടിച്ചെടുത്ത് പകർത്തുന്ന ആവേശം ഇന്ന് നമുക്കുണ്ടോ? ഇല്ല. ഇന്ന് നമുക്ക് അറിവ് വിരൽത്തുമ്പിലുണ്ട്, പക്ഷേ അതിനോട് ആ പഴയ ബഹുമാനമില്ല. അലക്സാൻഡ്രിയയിലെ പണ്ഡിതന്മാർക്ക് അറിവ് എന്നത് ദൈവതുല്യമായിരുന്നു. അവർ ഓരോ ചുരുളും സൂക്ഷിച്ചത് ജീവശ്വാസം പോലെയായിരുന്നു. ഓരോ തവണയും ഒരു പണ്ഡിതൻ ലൈബ്രറിയിൽ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തുമ്പോൾ അത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കപ്പലുകൾ വഴി വ്യാപിക്കുമായിരുന്നു.
അങ്ങനെയാണ് അലക്സാൻഡ്രിയ ലോകത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായത്. ലൈബ്രറിയിലെ വൈദ്യശാസ്ത്ര വിഭാഗം, മെഡിക്കൽ വിങ്, അക്കാലത്തെ അത്ഭുതമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവർ മൃതദേഹങ്ങൾ വിച്ഛേദിച്ചു പഠിക്കുക മാത്രമല്ല, വിത്തുകളുടെയും ചെടികളുടെയും ഗുണങ്ങളെക്കുറിച്ച് ഒരു വലിയ വിജ്ഞാനകോശം തന്നെ തയ്യാറാക്കിയിരുന്നു. മാരകമായ പകർച്ചവ്യാധികളെ തടയാനുള്ള വാക്സിനുകളുടെ ആദ്യ രൂപങ്ങൾ അന്നവിടെ ഉണ്ടായിരുന്നിരിക്കുമോ? ക്യാൻസറിനെ പോലെയുള്ള രോഗങ്ങൾക്ക് പ്രകൃതിദത്തമായ മരുന്നുകൾ അവർ കണ്ടെത്തിയിട്ടുണ്ടാകുമോ? നമുക്കറിയില്ല. പക്ഷേ ആ താളുകൾ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ വൈദ്യശാസ്ത്രം ഇന്നെത്തി നിൽക്കുന്നതിലും നൂറുകണക്കിന് വർഷം മുൻപേ വലിയ രോഗങ്ങൾക്കുള്ള ചികിത്സ കണ്ടെത്തുമായിരുന്നു. അലക്സാൻഡ്രിയയിലെ മറ്റൊരു വലിയ വിഭാഗമായിരുന്നു ഭാഷാശാസ്ത്രം, ലിംഗ്വിസ്റ്റിക്സ്. ലോകത്തിലെ പല നാഗരികതകളുടെയും ഭാഷകൾ അവർക്കറിയാമായിരുന്നു. നഷ്ടപ്പെട്ടുപോയ പല സംസ്കാരങ്ങളുടെയും ചരിത്രം ആ ഭാഷകളിൽ രേഖപ്പെടുത്തിയിരുന്നു. നമ്മൾ ഇന്ന് കല്ലുകളിൽ കാണുന്ന പല പുരാതന ലിപികളും വായിക്കാൻ കഴിയാത്തത് അവയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ആ ലൈബ്രറിക്കൊപ്പം ഇല്ലാതായതുകൊണ്ടാണ്. ചരിത്രം ഒരു ഇരുണ്ട ഗുഹയായി മാറിയത് അവിടെയാണ്. അലക്സാൻഡ്രിയയിലെ ആ വലിയ ഹാളുകളിൽ സൂര്യപ്രകാശം മങ്ങുമ്പോൾ വിജ്ഞാനത്തിൻ്റെ ആ കൊട്ടാരം മറ്റൊരു രൂപം പ്രാപിക്കുമായിരുന്നു. പകൽ സമയം പണ്ഡിതന്മാരുടെ തർക്കങ്ങളും എഴുത്തുകാരുടെ തിരക്കും കൊണ്ട് മുഖരിതമായിരുന്ന ആ ഇടനാഴികൾ രാത്രിയിൽ ഒരു നിഗൂഢമായ നിശബ്ദതയിലേക്ക് വഴിമാറും. മെഴുകുതിരിവെട്ടത്തിൽ തിളങ്ങുന്ന ആയിരക്കണക്കിന് പപ്പൈറസ് ചുരുളുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ മനുഷ്യൻ ഇതുവരെ ചിന്തിച്ച എല്ലാ രഹസ്യങ്ങളും തനിക്ക് ചുറ്റുമുണ്ട് എന്ന ഒരു വികാരം അവിടത്തെ ഓരോ പണ്ഡിതനും അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ വിജ്ഞാനത്തിൻ്റെ ലോകം അത്ര ശാന്തമായിരുന്നോ? അല്ല. അവിടെയും അധികാരത്തിൻ്റെ കളിപ്പാവകളുണ്ടായിരുന്നു. അവിടെയും അസൂയയും മത്സരങ്ങളും ഉണ്ടായിരുന്നു. അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു പേരുണ്ട്: കാലിമാക്കസ്. അദ്ദേഹം അലക്സാൻഡ്രിയയിലെ പ്രധാന ലൈബ്രേറിയനായിരുന്നില്ലെങ്കിലും ലൈബ്രറിയുടെ ആത്മാവായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ പുസ്തക പട്ടിക അഥവാ കാറ്റലോഗ് നിർമ്മിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം അതിനെ പിനാക്കസ് എന്ന് വിളിച്ചു. 120 വാള്യങ്ങളുള്ള ഒരു ഭീമാകാരമായ പട്ടികയായിരുന്നു അത്. അന്ന് ലൈബ്രറിയിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് പുസ്തകങ്ങളെ വിഷയാടിസ്ഥാനത്തിൽ തരംതിരിക്കുക എന്നത് ആധുനിക കാലത്തെ ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നതിലും വലിയ ജോലിയായിരുന്നു. നാടകം, കവിത, നിയമം, തത്വശാസ്ത്രം, ചരിത്രം, പ്രസംഗം എന്നിങ്ങനെ ഓരോ വിഭാഗത്തെയും അദ്ദേഹം വേർതിരിച്ചു. ആ പട്ടികയുടെ അഭാവത്തിൽ അലക്സാൻഡ്രിയ ഒരു വലിയ ചപ്പുകൂന പോലെ മാറുമായിരുന്നു. എന്നാൽ ഈ മഹത്തായ ഉദ്യമത്തിനു പിന്നിൽ വലിയൊരു അധികാര വടവലിയുണ്ടായിരുന്നു. ലൈബ്രറിയിലെ ഓരോ പണ്ഡിതനും തൻ്റെ കൃതികൾ കാലിമാക്കസിൻ്റെ പട്ടികയിൽ ഒന്നാമത് വരണമെന്നാഗ്രഹിച്ചു. രാജാവിൻ്റെ പ്രീതി പിടിച്ചുപറ്റാനുള്ള മത്സരമായിരുന്നു അവിടെ നടന്നത്. പ്രശസ്ത കവിയായ അപ്പോളോണിയസ് ഓഫ് റോഡ്സ് കാലിമാക്കസിൻ്റെ ശിഷ്യനായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അവർ തമ്മിൽ വലിയ തെറ്റിലായി. അപ്പോളോണിയസ് എഴുതിയ അർഗോനോട്ടിക്ക എന്ന ഇതിഹാസത്തെ കാലിമാക്കസ് പരസ്യമായി വിമർശിച്ചു. ആ തർക്കം എത്രത്തോളം രൂക്ഷമായിരുന്നു എന്നാൽ അപ്പോളോണിയസ് ഒടുവിൽ അലക്സാൻഡ്രിയ വിട്ട് റോഡ്സ് ദ്വീപിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ബുദ്ധിശക്തിയും അറിവും നിറഞ്ഞ ഒരിടത്തും മനുഷ്യസഹജമായ ഈഗോയും മത്സരബുദ്ധിയും എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്നതിൻ്റെ തെളിവായിരുന്നു ഇത്. ലൈബ്രറിയുടെ മറ്റൊരു രഹസ്യഭാഗമായിരുന്നു അവിടുത്തെ നിഗൂഢ ഗ്രന്ഥാലയം, സീക്രട്ട് ആർക്കൈവ്സ്. രാജാവിനും പ്രധാന ലൈബ്രറിയനും മാത്രം പ്രവേശനമുണ്ടായിരുന്ന ചില അറകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അതിലെന്തായിരിക്കും ഉണ്ടായിരുന്നിരിക്കുക? പുരാതന ഈജിപ്തിലെ മാന്ത്രിക വിദ്യകളെക്കുറിച്ചുള്ള രേഖകൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. ഥൂത്ത് എന്ന ഈജിപ്റ്റ് വിജ്ഞാനദേവൻ നേരിട്ടെഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന പുസ്തകങ്ങളെക്കുറിച്ച് അക്കാലത്ത് പല കഥകളും പ്രചരിച്ചിരുന്നു. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന, പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അറിവുകൾ ആ ചുരുളുകളിലുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. പിൽക്കാലത്ത് ആൽക്കമി എന്ന് വിളിക്കപ്പെട്ട രസതന്ത്രത്തിൻ്റെ നിഗൂഢ രൂപങ്ങൾ അലക്സാൻഡ്രിയയിലെ ഈ നിഗൂഢ അറകളിലാണ് രൂപം കൊണ്ടത്. ഇരുമ്പിനെ സ്വർണമാക്കാനുള്ള വിദ്യയോ അമരത്വം നൽകുന്ന ഔഷധക്കൂട്ടുകളോ അവർ തിരഞ്ഞിരുന്നോ? നമുക്കറിയില്ല. പക്ഷേ ആ നിഗൂഢമായ അറിവുകൾ പിന്നീട് മധ്യകാലഘട്ടത്തിലെ രഹസ്യ സംഘടനകളിലേക്ക് കൈമാറപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ലൈബ്രറിയിലെ പണ്ഡിതന്മാർ കേവലം പുസ്തകം വായിക്കുക മാത്രമല്ല ചെയ്തത്, അവർ പുസ്തകങ്ങളെ ചികിത്സിക്കുക കൂടി ചെയ്തിരുന്നു. പപ്പൈറസ് എന്നത് ഈജിപ്തിലെ നൈൽ നദിക്കരയിൽ വളരുന്ന പുല്ലുകളിൽ നിന്ന് നിർമ്മിക്കുന്നതാണ്. അത് പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുള്ള ഒന്നായിരുന്നു.
ചിതലുകളിൽ നിന്നും ഈർപ്പത്തിൽ നിന്നും ഈ ചുരുളുകളെ രക്ഷിക്കാൻ പ്രത്യേക എണ്ണകൾ അവരുപയോഗിച്ചിരുന്നു. സിഡാർ ഓയിൽ പുരട്ടിയ ചുരുളുകൾ നൂറ്റാണ്ടുകളോളം കേടുകൂടാതെയിരിക്കുമായിരുന്നു. ഓരോ ചുരുളും കൃത്യമായ ഊഷ്മാവിൽ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ അലക്സാൻഡ്രിയയിലുണ്ടായിരുന്നു. വായുസഞ്ചാരത്തിനായി പ്രത്യേക ജാലകങ്ങളും വെളിച്ചം വരാൻ കണ്ണാടികളും അവർ സജ്ജീകരിച്ചിരുന്നു. അറിവിനെ സംരക്ഷിക്കുക എന്നത് ഒരു വിശുദ്ധ കർമ്മമായിട്ടാണ് അവർ കണ്ടത്. ഒന്നാലോചിച്ചു നോക്കൂ, ഇന്ന് നമ്മൾ കാണുന്ന ബൈബിളിലെ പഴയ നിയമം ഹീബ്രു ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തത് അലക്സാൻഡ്രിയയിലെ ഈ ലൈബ്രറിയിൽ വെച്ചാണ്. സെപ്റ്റുവജിന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ തർജ്ജമയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. ടോളമി രണ്ടാമൻ രാജാവ് 72 ജൂത പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തി അവരെ ഓരോരുത്തരെയും പ്രത്യേക മുറികളിലിരുത്തി തർജ്ജമ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, 70 ദിവസത്തിനു ശേഷം അവർ പുറത്തു വന്നപ്പോൾ എല്ലാവരും തയ്യാറാക്കിയ തർജ്ജമ ഒന്ന് തന്നെയായിരുന്നു. ഇതൊരു അത്ഭുതമാണോ അതോ ലൈബ്രറിയിലെ കൃത്യമായ എഡിറ്റിംഗ് രീതിയുടെ ഫലമാണോ എന്ന് ചരിത്രം ചോദിക്കുന്നു. ഏതായാലും മതഗ്രന്ഥങ്ങൾ പോലും ശാസ്ത്രീയമായി പഠിക്കപ്പെട്ട ഒരിടമായിരുന്നു അലക്സാൻഡ്രിയ. പണ്ഡിതന്മാർക്ക് ലൈബ്രറി ഒരു സങ്കേതമായിരുന്നു. രാജാവ് അവർക്ക് താമസിക്കാൻ കൊട്ടാരതുല്യമായ സൗകര്യങ്ങൾ നൽകി. അവർക്ക് ഭക്ഷണം വിളമ്പാൻ പ്രത്യേക ജോലിക്കാരുണ്ടായിരുന്നു. അവർക്കൊരു നികുതിയും നൽകേണ്ടിയിരുന്നില്ല. അവരുടെ ലോകം പുസ്തകങ്ങളും തർക്കങ്ങളും പരീക്ഷണങ്ങളും മാത്രമായിരുന്നു. ഇതിനെ വിമർശിക്കുന്നവരും അന്നുണ്ടായിരുന്നു. ടൈമൺ എന്ന തത്വചിന്തകൻ ഒരിക്കൽ പരിഹാസപൂർവ്വം പറഞ്ഞു, ടോളമിയുടെ കൂട്ടിലടച്ച കുറേ പക്ഷികൾ അവിടുത്തെ ലൈബ്രറിയിലിരുന്ന് തമ്മിൽ കൊത്തുകൂടുന്നു. ആഡംബരത്തിൽ കഴിയുന്ന പണ്ഡിതന്മാർ ലോകത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അകന്നുപോകുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. പക്ഷേ ആ പക്ഷികൾ നിർമ്മിച്ചെടുത്തത് മനുഷ്യൻ്റെ ഭാവിയായിരുന്നു. ലൈബ്രറിയുടെ ഉള്ളിൽ അക്കാലത്തൊരു വലിയ ഗ്ലോബ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭൂമി പരന്നതാണെന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചിരുന്ന കാലത്ത് അലക്സാൻഡ്രിയയിലെ പണ്ഡിതന്മാർ ഭൂമിയുടെ ഗോളാകൃതി മനസ്സിലാക്കിയിരുന്നു. അവർ നക്ഷത്രങ്ങളുടെ ഭൂപടം നോക്കി കടലിലൂടെ യാത്ര ചെയ്യുന്ന നാവികരെ സഹായിച്ചു. ലൈബ്രറി വെറുമൊരു അറിവിൻ്റെ ശേഖരമല്ല, മറിച്ച് അക്കാലത്തെ ലോകത്തിൻ്റെ നാവിഗേഷൻ സെന്റർ കൂടിയായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അറിവുകളെ അലക്സാൻഡ്രിയ എത്രത്തോളം സ്വാഗതം ചെയ്തിരുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണമുണ്ട്. അശോക ചക്രവർത്തിയുടെ കാലത്ത് ഇന്ത്യയിൽ നിന്ന് ബുദ്ധമത സന്യാസികൾ അലക്സാൻഡ്രിയയിലെത്തിയിരുന്നു. അവർ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ ലൈബ്രറിക്ക് നൽകി. ഇന്ത്യയിലെ ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഗ്രീക്ക് ചിന്തകളുമായി ഇവിടെ വെച്ചാണ് ലയിച്ചത്. ശൂന്യം എന്ന സങ്കല്പം പോലും ഗ്രീക്ക് പണ്ഡിതന്മാർ അറിഞ്ഞത് ഇത്തരം കൈമാറ്റങ്ങളിലൂടെയാകാം. ലോകത്തിലെ സകല വിജ്ഞാനവും ഒരിടത്തെത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന ആ സാംസ്കാരിക വിസ്ഫോടനം ഒന്നാലോചിച്ചു നോക്കൂ. എന്നാൽ ഈ ഐശ്വര്യം നീണ്ടുനിന്നില്ല. ടോളമി രാജവംശത്തിൻ്റെ തകർച്ചയുടെ ലൈബ്രറിയുടെ കഷ്ടകാലവും തുടങ്ങി. ടോളമി 8ാമൻ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പണ്ഡിതന്മാരെ വേട്ടയാടാൻ തുടങ്ങി. തനിക്കിഷ്ടമില്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞവരെ അദ്ദേഹം പുറത്താക്കി. അലക്സാൻഡ്രിയയിലെ ബുദ്ധിശക്തി പതുക്കെ മറ്റു നഗരങ്ങളിലേക്ക് ചോരാൻ തുടങ്ങിയത് അക്കാലത്താണ്. അറിവ് എന്നത് അധികാരത്തിന് കീഴിലായിരിക്കണം എന്ന് ഭരണാധികാരികൾ വാശി പിടിച്ചപ്പോൾ ആ മഹാസൗധത്തിൻ്റെ അടിത്തറ ഇളകാൻ തുടങ്ങി. ലൈബ്രറിയിലെ ഓരോ പണ്ഡിതനും തൻ്റെ പേരും തൻ്റെ അറിവും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിച്ചു. പക്ഷേ അവരിൽ എത്ര പേരുടെ പേരുകൾ ഇന്ന് നമുക്കറിയാം? കത്തി അമർന്ന ആ ചുരുളുകളിൽ നമ്മൾ കേട്ടുപോലുമില്ലാത്ത എത്രയോ ബുദ്ധിമാനരുടെ ജീവിതമുണ്ടായിരുന്നു. ലൈബ്രറി നശിക്കുമ്പോൾ അത് വെറും പുസ്തകങ്ങൾ മാത്രമല്ല ഇല്ലാതായത്, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കഠിനാധ്വാനവും അവരുടെ ചിന്തകളും കൂടിയാണ്. നമ്മൾ ഇന്ന് വായിക്കുന്ന ഒരു പുസ്തകം എഴുതാൻ ഒരു എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തിലെ വർഷങ്ങളാണ് ചിലവഴിക്കുന്നത്. അലക്സാൻഡ്രിയയിൽ ലക്ഷക്കണക്കിന് അത്തരം ജീവിതങ്ങളുണ്ടായിരുന്നു. ഒരു തത്വചിന്തകൻ തൻ്റെ അവസാന ശ്വാസം വരെ ചിന്തിച്ചുണ്ടാക്കിയ ഒരു സത്യം ഒരു സെക്കൻഡ് നീളുന്ന തീജ്വാലയിൽ ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന വേദന എത്ര വലുതായിരിക്കും. അലക്സാൻഡ്രിയയിലെ തീ വെറുമൊരു അപകടമായിരുന്നില്ല, അത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ കൊലപാതകമായിരുന്നു. ലക്ഷക്കണക്കിന് ചിന്തകളുടെ കൊലപാതകം. ആധുനിക കാലത്ത് നമ്മൾ അറിവിനെ ഡേറ്റ എന്ന് വിളിക്കുന്നു. എന്നാൽ അലക്സാൻഡ്രിയയിൽ അത് ജീവനായിരുന്നു. ഓരോ പപ്പൈറസ് ചുരുളും ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഭാഗമായിരുന്നു. ലൈബ്രറിയിലിരുന്നു പഠിക്കുന്ന പണ്ഡിതൻ തൻ്റെ ചുറ്റുമുള്ള പുസ്തകങ്ങളോട് സംസാരിക്കുമായിരുന്നു. മരിച്ചുപോയ പണ്ഡിതന്മാരുടെ ചിന്തകൾ വരും തലമുറകളുമായി സംവദിക്കുന്ന ഇടം. ആ സംവാദം മുറിഞ്ഞുപോയിടത്താണ് മനുഷ്യൻ വഴിതെറ്റിയത്. ഇന്ന് നമ്മൾ അലക്സാൻഡ്രിയയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് നമ്മുടെ തന്നെ നഷ്ടങ്ങളെക്കുറിച്ചാണ്. നമുക്കെന്തൊക്കെ ആകാമായിരുന്നു എന്നതിനെക്കുറിച്ചാണ്. അറിവിനെ അധികാരത്തിൽ നിന്നും മതഭ്രാന്തിയിൽ നിന്നും മാറ്റി നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തു സംഭവിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അലക്സാൻഡ്രിയ. അറിവ് എന്നത് ഒരു തടവുകാരനാകാൻ പാടില്ല, അത് സ്വതന്ത്രമായി ഒഴുകേണ്ട ഒന്നാണ്. അലക്സാൻഡ്രിയയിലെ ആ പഴയ ലൈബ്രറിയിലെ ഒരു നിഗൂഢ അറയിലും ഇന്നും ഏതെങ്കിലും ഒരു പപ്പൈറസ് ചുരുൾ ബാക്കിയുണ്ടാകുമോ? കടലിനടിയിലെ മണലിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ചുരുളിൽ ഒരുപക്ഷെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എഴുതിയിട്ടുണ്ടാകാം. എന്നെങ്കിലും അത് കണ്ടെത്തപ്പെടുമ്പോൾ അലക്സാൻഡ്രിയ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അതുവരെ ആ മഹത്തായ അറിവിൻ്റെ നിധി നമ്മുടെ സ്വപ്നങ്ങളിൽ ഒരു വേദനയായി അവശേഷിക്കും. ഹൈപേഷ്യയുടെ നിശബ്ദമായ നിലവിളി. AD 415
അലക്സാൻഡ്രിയയുടെ വീഥികളിൽ ഭയത്തിന്റെ നിഴലുകൾ പരന്നിരുന്നു. വിജ്ഞാനവും തത്വചിന്തയും ആഘോഷിക്കപ്പെട്ടിരുന്ന ആ നഗരം ഇപ്പോൾ മതപരമായ കലഹങ്ങളുടെയും രാഷ്ട്രീയ ഗൂഢാലോചനകളുടെയും വിളനിലമായിരുന്നു. നഗരത്തിന്റെ മധ്യഭാഗത്ത് തന്റെ രഥത്തിൽ ശാന്തയായി യാത്ര ചെയ്യുകയായിരുന്നു ഹൈപേഷ്യ. അവൾക്കു ചുറ്റും ഒരു വലിയ സൈന്യം കാവലിനുണ്ടായിരുന്നില്ല. പകരം അവളുടെ അറിവിനോടുള്ള ആദരവായിരുന്നു അവളുടെ കവചം. പക്ഷേ ആ കവചം തകർക്കപ്പെടുന്ന ഒരു ദിവസമായിരുന്നു അത്. ഹൈപേഷ്യ വെറുമൊരു ശാസ്ത്രജ്ഞയായിരുന്നില്ല. അവൾ അലക്സാൻഡ്രിയയിലെ ലൈബ്രറി പാരമ്പര്യത്തിന്റെ അവസാനത്തെ പ്രതീകമായിരുന്നു. പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും ചിന്തകൾ അവൾ ലോകത്തിന് പകർന്നു നൽകി. എന്നാൽ അക്കാലത്തെ അധികാരമോഹികൾക്ക് ഹൈപേഷ്യയുടെ വളർച്ച ഒരു വലിയ ഭീഷണിയായിരുന്നു. മതവും രാഷ്ട്രീയവും ഒത്തുചേർന്നപ്പോൾ ഒരു പണ്ഡിതയായ സ്ത്രീക്ക് ആ നഗരത്തിൽ ഇടമില്ലാതായി. പെട്ടെന്നാണ് ആ അക്രമം അരങ്ങേറിയത്. കറുത്ത വസ്ത്രധാരികളായ ഒരു സംഘം ആളുകൾ അവളുടെ രഥം വളഞ്ഞു. അവർ അവളെ താഴേക്ക് വലിച്ചിഴച്ചു. തെരുവിലെ കല്ലുകളിൽ അവളുടെ ശരീരം തട്ടിമുറിഞ്ഞു. ക്രൂരമായ ആക്രോശങ്ങൾക്കിടയിൽ അവളെ അവർ സീസറിയം എന്ന പള്ളിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടെ വെച്ച് അവർ ചെയ്തത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു. ഹൈപേഷ്യയുടെ ഓരോ ശ്വാസവും നിലയ്ക്കുന്നതുവരെ അവർ അവളെ പീഡിപ്പിച്ചു. ഒടുവിൽ അവളുടെ ശരീരം കഷ്ണങ്ങളാക്കി നഗരത്തിന് പുറത്തു കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു. ഹൈപേഷ്യയുടെ ശരീരം കത്തിയമരുമ്പോൾ യഥാർത്ഥത്തിൽ അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയുടെ ബാക്കിയായ പ്രകാശമാണ് അണഞ്ഞുപോയത്. അവളോടൊപ്പം അവൾ സൂക്ഷിച്ചിരുന്ന ആയിരക്കണക്കിന് രഹസ്യങ്ങളും ചാരമായി മാറി. ഒരു പണ്ഡിതനെ കൊല്ലുന്നതിനേക്കാൾ വലിയ പാപം ആ പണ്ഡിതൻ ലോകത്തിന് നൽകേണ്ടിയിരുന്ന അറിവുകളെ ഇല്ലാതാക്കുകയെന്നതാണ്. ഹൈപേഷ്യയുടെ മരണം ഒരു കാലഘട്ടത്തിന്റെ അവസാനമായിരുന്നു. അതോടെ അലക്സാൻഡ്രിയയിലെ സ്വതന്ത്ര ചിന്തയുടെ വാതിലുകൾ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു. നഷ്ടപ്പെട്ട 1000 വർഷങ്ങൾ. ദ പാരലൽ വേൾഡ്. നമുക്കൊന്ന് സങ്കൽപ്പിച്ചു നോക്കാം, ഒരു പാരലൽ വേൾഡ്. ഒരുപക്ഷേ ആ രാത്രിയിൽ ജൂലിയസ് സീസറുടെ കപ്പലുകൾക്ക് തീ പിടിച്ചില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷേ ഹൈപേഷ്യ കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷേ ലൈബ്രറി ഇന്നും അലക്സാൻഡ്രിയയുടെ മണ്ണിൽ നിലനിന്നിരുന്നെങ്കിൽ, നമ്മുടെ ലോകം ഇന്ന് എങ്ങനെയിരിക്കുമായിരുന്നു? ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ അലക്സാൻഡ്രിയയിലെ ലൈബ്രറി നശിപ്പിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ AD 10-ാം നൂറ്റാണ്ടിൽ തന്നെ വ്യാവസായിക വിപ്ലവം പൂർത്തിയാക്കുമായിരുന്നു. അതായത് 1800കളിൽ നമ്മൾ കണ്ട നീരാവി യന്ത്രങ്ങളും ട്രെയിനുകളും ഫാക്ടറികളും 800 വർഷങ്ങൾക്ക് മുൻപേ നിലവിൽ വരുമായിരുന്നു. അറിവ് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് തടസ്സമില്ലാതെ കൈമാറപ്പെട്ടിരുന്നെങ്കിൽ ഓരോ ശാസ്ത്രജ്ഞനും 0-ൽ നിന്ന് തുടങ്ങേണ്ടി വരില്ലായിരുന്നു. 11-ാം നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യൻ വിമാനങ്ങൾ കണ്ടുപിടിക്കുമായിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ നമ്മൾ മറ്റു ഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. ക്യാൻസറും എയ്ഡ്സും പോലുള്ള മാരക രോഗങ്ങൾ ഒരുപക്ഷേ പണ്ടേ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിരുന്നു. അലക്സാൻഡ്രിയയിലെ ലൈബ്രറി ഒരു ടൈം മെഷീൻ പോലെയാണ്. അത് മനുഷ്യനെ ഭാവിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഊർജമായിരുന്നു. ആ ഊർജം നഷ്ടപ്പെട്ടപ്പോൾ നമ്മളൊരു മന്ദതയിലേക്ക് വീണുപോയി. യൂറോപ്പിലെ ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്ന കാലഘട്ടം ഒരിക്കലും സംഭവിച്ചില്ലായിരുന്നു. ആയിരക്കണക്കിന് വർഷം നമ്മൾ അന്ധവിശ്വാസങ്ങളിലും യുദ്ധങ്ങളിലും തളിക്കപ്പെട്ടത് അലക്സാൻഡ്രിയയിലെ അറിവുകളുടെ അഭാവം കൊണ്ടാണ്. മനുഷ്യന്റെ ബുദ്ധിശക്തി വികസിക്കേണ്ട സമയത്ത് നമ്മൾ പരസ്പരം കൊല്ലുന്ന തിരക്കിലായിരുന്നു. അലക്സാൻഡ്രിയയിലെ പണ്ഡിതന്മാർ പഠിപ്പിച്ച തർക്കശാസ്ത്രവും യുക്തിചിന്തയും ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ലോകചരിത്രത്തിലെ പല വലിയ യുദ്ധങ്ങളും ഒഴിവാക്കാമായിരുന്നു. അപ്രത്യക്ഷമായ പുസ്തകങ്ങൾ. നമുക്ക് നഷ്ടപ്പെട്ടത് വെറും ശാസ്ത്രം മാത്രമല്ല, നമ്മുടെ സർഗാത്മകത കൂടിയാണ്. ഗ്രീക്ക് നാടകകൃത്തായ സോഫോക്ലീസിന്റെ 100-ലധികം നാടകങ്ങളിൽ ഇന്ന് നമുക്ക് ലഭ്യമായത് വെറും 7 എണ്ണമാണ്. ബാക്കിയുള്ളവ എവിടെ പോയി? അവയെല്ലാം അലക്സാൻഡ്രിയയിലെ ആ തീയിൽ കത്തിയമർന്നു. ഓരോ നാടകവും ഒരു വലിയ പാഠമായിരുന്നു. ഓരോ കവിതയും മനുഷ്യന്റെ വികാരങ്ങളുടെ ആഴമളക്കുന്നതായിരുന്നു. ആ കവിതകൾ ഇന്നും നമുക്ക് ലഭ്യമായിരുന്നെങ്കിൽ നമ്മുടെ സാഹിത്യവും കലയും എത്രമാത്രം സമ്പന്നമായേനെ. അതുപോലെ തന്നെയായിരുന്നു ചരിത്ര പുസ്തകങ്ങളും. പഴയ നാഗരികതകളെക്കുറിച്ച് നമ്മൾ ഇന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും വെറും ഊഹാപോഹങ്ങളാണ്. എന്നാൽ അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയിൽ അവയുടെ കൃത്യമായ രേഖകളുണ്ടായിരുന്നു. സുമേറിയൻ, ബാബിലോണിയൻ, പുരാതന ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ആ ചുരുളുകളിലുണ്ടായിരുന്നു. നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ആ ലൈബ്രറിയിലുണ്ടായിരുന്നു.
ഇന്ന് നമ്മൾ പിരമിഡുകളെ നോക്കി അത്ഭുതപ്പെടുന്നതുപോലെ അന്ന് ആ പണ്ഡിതന്മാർക്ക് അവ എങ്ങനെ നിർമ്മിച്ചു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ആ അറിവാണ് ഇന്ന് നമുക്ക് അജ്ഞാതമായത്. ഡിജിറ്റൽ അലക്സാൻഡ്രിയ, ഒരു മുന്നറിയിപ്പ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു കടലിലാണ്. നമുക്ക് ഇന്റർനെറ്റുണ്ട്. ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് വിവരങ്ങൾ ലോകത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒഴുകുന്നു. നമ്മൾ കരുതുന്നത് നമ്മുടെ അറിവുകൾ സുരക്ഷിതമാണെന്നാണ്. പക്ഷെ ഒന്നോർക്കുക, അലക്സാൻഡ്രിയയും ഇതുപോലെയാണ് ചിന്തിച്ചിരുന്നത്. ലോകത്തിലെ എല്ലാ അറിവുകളും തങ്ങളുടെ കൈവശമുണ്ടെന്ന് അവർ അഹങ്കരിച്ചു. എന്നാൽ ഒരു ചെറിയ തീപ്പൊരി മതിയായിരുന്നു എല്ലാം ഇല്ലാതാക്കാൻ. ഇന്ന് നമ്മുടെ അലക്സാൻഡ്രിയ എന്നത് ഇന്റർനെറ്റ് സെർവറുകളാണ്. ഒരു വലിയ സൈബർ അക്രമം നടന്നാലോ, അല്ലെങ്കിൽ ലോകവ്യാപകമായി വൈദ്യുതി ബന്ധം തകരാറിലായാലോ, നമ്മുടെ ഈ അറിവുകളെല്ലാം എവിടെ പോകും? നമ്മൾ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പല പുസ്തകങ്ങളും രേഖകളും എന്നേക്കുമായി നഷ്ടപ്പെടും. അന്ന് വരാനിരിക്കുന്ന തലമുറകൾക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചറിയാൻ ഒരു തുണ്ട് കടലാസ് പോലും ബാക്കിയുണ്ടാകില്ല. അലക്സാൻഡ്രിയ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് ഇതാണ്: അറിവ് എന്നത് സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നല്ല, മറിച്ച് എല്ലാവരിലും എത്തിക്കേണ്ട ഒന്നാണ്. ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട അറിവ് എപ്പോഴും അപകടത്തിലാണ്. അറിവ് വികേന്ദ്രീകരിക്കപ്പെടണം. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ആ അറിവിന്റെ ഒരംശമുണ്ടാകണം. എങ്കിൽ മാത്രമേ ലൈബ്രറികൾ കത്തിയാലും അറിവ് നിലനിൽക്കുകയുള്ളൂ. നിഗൂഢതകൾ അവസാനിക്കുന്നില്ല. അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നും പലരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്: എല്ലാ പുസ്തകങ്ങളും കത്തിയമർന്നിട്ടില്ല. ചില പണ്ഡിതന്മാർ ലൈബ്രറി നശിക്കുന്നതിനു മുൻപ് ഏറ്റവും വിലപ്പെട്ട ചില രഹസ്യഗ്രന്ഥങ്ങളുമായി ഒളിച്ചോടിയിരുന്നു. അവർ ആ പുസ്തകങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചുവെച്ചു. വത്തിക്കാനിലെ രഹസ്യ അറകളിലോ, ടിബറ്റിലെ മലനിരകളിലോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും പുരാതന ഗുഹകളിലോ അലക്സാൻഡ്രിയയിലെ ആ അവസാനത്തെ ചുരുളുകൾ ഇന്നും ബാക്കിയുണ്ടാകുമോ? ചില ചരിത്രകാരന്മാർ പറയുന്നത് ലിയനാർഡോ ഡാവിഞ്ചിയെപ്പോലെയുള്ള വലിയ പ്രതിഭകൾക്ക് അലക്സാൻഡ്രിയയിലെ ഈ നഷ്ടപ്പെട്ട രേഖകളിൽ ചിലത് ലഭിച്ചിരുന്നുവെന്നാണ്. അതുകൊണ്ടാണ് അവർക്ക് അന്നത്തെ കാലഘട്ടത്തേക്കാൾ മുന്നേ ചിന്തിക്കാൻ കഴിഞ്ഞത്. ഡാവിഞ്ചിയുടെ നോട്ട്ബുക്കുകളിൽ കാണുന്ന പല വിചിത്രമായ യന്ത്രങ്ങളും അലക്സാൻഡ്രിയയിലെ പണ്ഡിതന്മാർ വിഭാവനം ചെയ്തവയുടെ തുടർച്ചയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അറിവ് ഒരിക്കലും പൂർണ്ണമായി നശിക്കില്ല. അത് മറ്റൊരു രൂപത്തിൽ എവിടെയെങ്കിലും ബാക്കിയുണ്ടാകും. പുനർജനിച്ച അലക്സാൻഡ്രിയ വെറും സ്മാരകമോ? 2002 അലക്സാൻഡ്രിയയിൽ പുതിയൊരു ലൈബ്രറി ഉയർന്നുവന്നു. ബിബ്ലിയോത്തേക്ക അലക്സാൻഡ്രീന. പഴയ ലൈബ്രറി നിന്നിരുന്നിടത്ത് നിന്ന് അധികം ദൂരെയല്ലാതെ ആധുനിക വാസ്തുവിദ്യയുടെ വിസ്മയമായി അത് നിലകൊള്ളുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹായത്തോടെ നിർമ്മിച്ച ഈ കെട്ടിടം കാണാൻ മനോഹരമാണ്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ അവിടെയുണ്ട്. ചുവരുകളിൽ ലോകത്തിലെ എല്ലാ ഭാഷകളിലെയും അക്ഷരങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്: ആ പഴയ ലൈബ്രറിയുടെ ആത്മാവ് അവിടെയുണ്ടോ? പഴയ ലൈബ്രറി എന്നത് വെറുമൊരു കെട്ടിടമായിരുന്നില്ല, അതൊരു വിപ്ലവമായിരുന്നു. ലോകത്തിലെ സകല വിജ്ഞാനവും ഒരിടത്ത് കൊണ്ടുവരാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ദാഹമായിരുന്നു. ഇന്നത്തെ പുതിയ ലൈബ്രറി ആ ഓർമ്മകളെ ആദരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ട ആ പഴയ പപ്പൈറസ് ചുരുളുകൾ പകരം വയ്ക്കാൻ അതിന് കഴിയില്ല. നമ്മൾ ഇന്ന് ആ പുതിയ ലൈബ്രറിയെ നോക്കുമ്പോൾ കാണുന്നത് നമ്മൾ നിർമ്മിച്ചതല്ല, മറിച്ച് നമുക്ക് നഷ്ടപ്പെട്ട ഒന്നിന്റെ വിലാപമാണ്. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അറിവ് നശിപ്പിക്കാൻ എളുപ്പമാണെന്നും അത് വീണ്ടെടുക്കാൻ നൂറ്റാണ്ടുകൾ വേണ്ടിവരുമെന്നുമാണ്. ഡിജിറ്റൽ യുഗത്തിലെ അലക്സാൻഡ്രിയ, സുരക്ഷിതരാണോ നമ്മൾ? നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇന്റർനെറ്റ് എന്ന മഹാസമുദ്രത്തിലാണ്. ഗൂഗിൾ, വിക്കിപീഡിയ, ഡിജിറ്റൽ ആർക്കൈവുകൾ, ലോകത്തിലെ സകല അറിവുകളും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ അജയരാണെന്നാണ്. അലക്സാൻഡ്രിയയിലെ പണ്ഡിതന്മാർക്കില്ലാത്ത വലിയൊരു സുരക്ഷ നമുക്കുണ്ടെന്ന് നമ്മൾ കരുതുന്നു. വിവരങ്ങൾ വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് സെർവറുകളിൽ അവ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, പപ്പൈറസ് ചുരുളുകൾക്ക് ആയിരക്കണക്കിന് വർഷം നിലനിൽക്കാൻ കഴിഞ്ഞു. ഈജിപ്തിലെ വരണ്ട കാലാവസ്ഥയിൽ അവ കേടുകൂടാതെയിരുന്നു. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ വിവരങ്ങളുടെ ആയുസ് എത്രയാണ്? ഒരു ഹാർഡ് ഡിസ്കിന്റെ ആയുസ് പരമാവധി 10-15 വർഷമാണ്. ഒരു CD അല്ലെങ്കിൽ DVD 20 വർഷം കഴിയുമ്പോഴേക്കും ഉപയോഗശൂന്യമാകും.
ക്ലൗഡ് സ്റ്റോറേജുകൾ പോലും വലിയൊരു വൈദ്യുതി തകരാറിനെയോ സൈബർ ആക്രമണത്തെയോ പ്രതിരോധിക്കാൻ പ്രാപ്തമാണോ? ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട്: ഡിജിറ്റൽ ഡാർക്ക് ഏജ് എന്നത്. നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭാവിയിലെ തലമുറകൾക്ക് വായിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ. ഇന്നത്തെ സോഫ്റ്റ്വെയറുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ ഫോർമാറ്റിലുള്ള ഫയലുകൾ പുതിയ കമ്പ്യൂട്ടറുകളിൽ തുറക്കാൻ കഴിയില്ല. അലക്സാൻഡ്രിയയിൽ നടന്നത് ഒരു ഭൗതികമായ തീപിടുത്തമായിരുന്നെങ്കിൽ, ഇന്ന് നടക്കുന്നത് സാങ്കേതികമായ ഒരു തിരോധാനമാണ്. നമ്മൾ അമിതമായി സാങ്കേതികവിദ്യയെ ആശ്രയിക്കുമ്പോൾ ആ സാങ്കേതികവിദ്യ തകരുന്ന ഒരു ദിവസം നമ്മൾ അലക്സാൻഡ്രിയക്കാരേക്കാൾ വലിയ അന്ധതയിലേക്ക് വീണുപോകും. അറിവിൻ്റെ ആയുധവൽക്കരണം. അലക്സാൻഡ്രിയയിലെ ലൈബ്രറി തകർത്തത് അജ്ഞതയായിരുന്നു. എന്നാൽ ഇന്ന് അറിവിനെ തന്നെ ആയുധമാക്കി മാറ്റുന്ന കാലമാണ്. വിവരങ്ങളെ വളച്ചൊടിക്കുക, മിസ്ഇൻഫർമേഷൻ, ചരിത്രത്തെ മാറ്റിയെഴുതുക, സത്യത്തെ അസത്യമാക്കി മാറ്റുക, ഇതൊക്കെയാണ് ഇന്നത്തെ യുദ്ധങ്ങൾ. അലക്സാൻഡ്രിയയിൽ അവർ പുസ്തകങ്ങൾ കത്തിച്ചു. ഇന്ന് നമ്മൾ ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു, വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുന്നു. രൂപം മാറിയെങ്കിലും അറിവിനെതിരായ ആക്രമണം ഇന്നും തുടരുന്നുണ്ട്. അധികാരമുള്ളവർക്ക് ഇന്നും അറിവിനെ പേടിയാണ്. ചിന്തിക്കുന്ന മനുഷ്യൻ അവർക്കെപ്പോഴും ഒരു ഭീഷണിയാണ്. അതുകൊണ്ടാണ് ഇന്നും പുസ്തകങ്ങൾ നിരോധിക്കപ്പെടുന്നത്, ഇന്നും ലൈബ്രറികൾക്ക് ഫണ്ട് കുറയ്ക്കുന്നത്. അലക്സാൻഡ്രിയയുടെ തകർച്ചയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്: അറിവെന്നത് വെറുതെ ലഭിക്കുന്ന ഒന്നല്ല, അത് ഓരോ നിമിഷവും നമ്മൾ സംരക്ഷിക്കേണ്ട ഒന്നാണ്. അറിവിനെ സ്നേഹിക്കുന്ന ഒരു തലമുറ ഇല്ലാതാകുന്ന നിമിഷം ലൈബ്രറികൾക്ക് തീ പിടിച്ചു തുടങ്ങും. അത് കെട്ടിടങ്ങളിൽ പടരുന്നതിനു മുൻപേ മനുഷ്യന്റെ മനസ്സുകളിൽ പടരും. ഒരു പണ്ഡിതന്റെ അവസാന ശ്വാസം. ലൈബ്രറി കത്തിയെരിയുന്ന ആ അവസാന രാത്രിയിലേക്ക് നമുക്കൊന്ന് മടങ്ങാം. സങ്കൽപ്പിച്ചു നോക്കൂ, വയോധികനായൊരു പണ്ഡിതൻ. അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചത് ആ ലൈബ്രറിക്കുള്ളിലാണ്. തനിക്കു ചുറ്റും ആളിപ്പടരുന്ന തീ കണ്ട് അദ്ദേഹം പേടിച്ചില്ല. മറിച്ച് അദ്ദേഹം ആ ചുരുളുകൾ ഓരോന്നായി തലോടുകയായിരുന്നു. തന്റെ കയ്യിലുള്ള ഒരു ചെറിയ ചുരുൾ അദ്ദേഹം നെഞ്ചോട് ചേർത്തുപിടിച്ചു. അതിൽ പലപ്പോഴും ലോകത്തെ രക്ഷിക്കാനുള്ള ഒരു രഹസ്യമുണ്ടാകാം, അല്ലെങ്കിൽ മനോഹരമായ ഒരു കവിതയുണ്ടാകാം. പുകശ്വസിച്ച് ബോധം മറയുമ്പോഴും അദ്ദേഹം ചിന്തിച്ചത് തന്നെക്കുറിച്ചല്ല, മറിച്ച് തനിക്ക് ശേഷം വരുന്ന മനുഷ്യരെക്കുറിച്ചാണ്. അവർക്ക് വഴികാട്ടാൻ ഈ അക്ഷരങ്ങളില്ലാതെ എങ്ങനെ കഴിയും? അന്ധകാരത്തിലേക്ക് വീഴുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള വേവലാതിയായിരുന്നു ആ പണ്ഡിതന്റെ കണ്ണുകളിൽ. ആ വേദനയാണ് ഇന്നും ചരിത്രം പഠിക്കുന്ന ഓരോ മനുഷ്യനും അനുഭവിക്കുന്നത്. നമ്മൾ ഇന്ന് വായിക്കുന്ന ഓരോ വരിയും അന്നാരെങ്കിലും കഷ്ടപ്പെട്ട് സംരക്ഷിച്ചു വെച്ചതാണ്. ആ കടപ്പാട് നമുക്കുണ്ടാവണം. എല്ലാം അപൂർണമാണ്. നമ്മുടെ അറിവ് പൂർണ്ണമാണെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. ഇന്ന് നമ്മൾ ശാസ്ത്രമെന്നും ചരിത്രമെന്നും വിളിക്കുന്ന പല കാര്യങ്ങളും കേവലം ഒരു ചെറിയ ശതമാനം മാത്രമാണ്. ബാക്കിയുള്ളവയെല്ലാം അലക്സാൻഡ്രിയയുടെ ആ പുകപടലങ്ങളിൽ മറഞ്ഞുപോയി. നമ്മൾ ഇന്ന് കാണുന്ന നക്ഷത്രങ്ങൾ, നമ്മൾ കേൾക്കുന്ന സംഗീതം, നമ്മൾ സംസാരിക്കുന്ന ഭാഷ, ഇവയെല്ലാം അതിൻ്റെ യഥാർത്ഥ പ്രതാപത്തിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. എങ്കിലും ആ ചാരത്തിൽ നിന്ന് നമ്മൾ പുതിയൊരു ലോകം പണിതു. മനുഷ്യൻ്റെ അതിജീവനശേഷി അപാരമാണ്. ഒരു ലൈബ്രറി നശിക്കുമ്പോൾ അവൻ മറ്റൊരു ലൈബ്രറി പണിയും. ഒരറിവ് നഷ്ടപ്പെടുമ്പോൾ അവനത് വീണ്ടും കണ്ടെത്താൻ ശ്രമിക്കും. ഈ പോരാട്ടമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അലക്സാൻഡ്രിയയിലെ ആ പണ്ഡിതന്മാർ പകർന്നു നൽകിയ ആ ഒരേയൊരു കനൽ മതിയായിരുന്നു നവോത്ഥാനകാലത്ത് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ. ഒരു ചെറിയ തിരിമതി ഇരുട്ടിനെ തോൽപ്പിക്കാൻ. നിഗമനം: ആ ഹാൻഡിങ് ചിന്ത. ഈ കഥയുടെ അവസാനം നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അലക്സാൻഡ്രിയയിലെ ലൈബ്രറി എന്നത് കേവലം ഒരു ചരിത്ര സംഭവമല്ല, അതൊരു കണ്ണാടിയാണ്. നമ്മളെ തന്നെ കാണുന്ന കണ്ണാടി. അറിവിനേക്കാൾ അധികാരം വലുതാണെന്ന് തോന്നുമ്പോഴെല്ലാം അലക്സാൻഡ്രിയ നമ്മുടെ മുന്നിൽ ഒരു മുന്നറിയിപ്പായി വരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷേ എല്ലാം നമ്മൾ അറിയാത്തതാണ് നല്ലത് എന്നാണോ ആ തീ നമ്മോട് പറയുന്നത്? അതോ ഇത്രയധികം അറിവ് സൂക്ഷിക്കാൻ മനുഷ്യൻ ഇന്നും പ്രാപ്തനായിട്ടില്ല എന്നാണോ? നമുക്ക് നഷ്ടപ്പെട്ട ആ അറിവുകൾ ഒരിക്കലും തിരിച്ചു വരില്ല. പക്ഷേ ആ നഷ്ടബോധം നമ്മെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കട്ടെ. നമ്മുടെ കയ്യിലുള്ള ഓരോ പുസ്തകത്തെയും ഓരോ വിവരത്തെയും ആദരവോടെ കാണാൻ നമുക്ക് കഴിയട്ടെ. ചരിത്രമെന്നത് കഴിഞ്ഞുപോയ കാലമല്ല, അത് നമ്മുടെ വരാനിരിക്കുന്ന കാലത്തിനുള്ള വെളിച്ചമാണ്. ഈ യാത്രയിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായതിന് നന്ദി.
അലക്സാൻഡ്രിയയുടെ ആ ശൂന്യമായ ഹാളുകളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടായെന്ന് ഞാൻ കരുതുന്നു. അറിവ് എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നിധിയാണ്. അത് സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. ഇത്രയും ദൂരം അലക്സാൻഡ്രിയയുടെ രഹസ്യങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി? നഷ്ടപ്പെട്ടുപോയ ആ അറിവുകളിൽ നിങ്ങൾക്ക് ഏറ്റവും സങ്കടം തോന്നിയത് എന്തിലാണ്? ഒരുപക്ഷേ ആ നീരാവി യന്ത്രത്തിൻ്റെ രഹസ്യമോ, അതോ ആ പഴയ കവിതകളോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്നും ഈ ചരിത്രം കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ആദ്യത്തെ ചിന്ത എന്താണെന്നും അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റും ഈ അറിവ് പങ്കുവയ്ക്കാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് വലിയൊരു കരുത്താണ്. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ നഷ്ടത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ അറിവിനായുള്ള നമ്മുടെ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും. പുതിയൊരു കഥയുമായി, പുതിയൊരു ചരിത്ര രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ വായിക്കുക, ചിന്തിക്കുക, സത്യമന്വേഷിക്കുക. കാരണം ഇരുട്ടിനെ തോൽപ്പിക്കാൻ അറിവിനേക്കാൾ വലിയ ആയുധമില്ല. നന്ദി.